നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയായി. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. അഖിലാണ്ട മണ്ഡലമണി ചുരുക്കി അതിനുള്ളിൽ ഡോക്ടർ മൊത്തം വിട്ടുപരുന്നവർക്ക് ഒരു അനുശോചന ഭവന പ്രാർത്ഥന. നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളും കാര്യങ്ങളും എല്ലാം വിവരിക്കുന്നതിനായിട്ട് നമ്മുടെ എല്ലാമെല്ലാമായ ശ്രീ ബിജു ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് കാലം കൂടിയാണ് ഇങ്ങനൊരു പരിപാടി ചെയ്യണം. ആനുവൽ ഡേക്ക് ശേഷം ഡിസംബറിൽ നടത്തിയ പരിപാടി ജസ്റ്റ് ഒരു കൂട്ടായ്മ പോലെയായിരുന്നു. പക്ഷേ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവർക്കും കൂടുന്ന ഒരു പരിപാടിയാണിത്. നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയുള്ള ഒരു ആദരവ്, അതായത് പരീക്ഷയിൽ പാസ്സായ എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തീരുമാനിച്ചൊരു കാര്യമാണ്. ആദ്യമായിട്ട് നമ്മൾ കൊടുത്തത് സജീവിൻ്റെ കുട്ടികൾക്കാണ്. അതിനുശേഷം സനോറിൻ്റെ കുട്ടികൾക്ക് അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഇടയിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ സജീവിൻ്റെ അഭാവത്തിൽ തന്നെ അത് പറയാൻ നിൽക്കുകയാണ്. ആ ഒരു ഇൻസിഡൻറ്റോടുകൂടി നമ്മുടെ പലരുടെയും മൈൻഡ് സെറ്റ് താളം തെറ്റിയിട്ടുണ്ട്. എല്ലാവരുടെയും മൈൻഡ് സെറ്റ് പോയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയ കൂട്ടുകാരി ജോലിക്കുണ്ടായ ആഘാതവും ഇതെല്ലാം നമ്മളിൽ തന്നെ പലർക്കും മെൻ്റലി ഡിപ്രഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനും ഓർക്കണില്ല. ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു, എന്തൊക്കെ കൊടുത്തതെന്ന് പോലും ഞാനും മറന്നുപോയി. എൻ്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവണമല്ല, പക്ഷെ മറന്നുപോയി. കാരണം ഈ കൊടുക്കാനുള്ള റെമ്യൂണറേഷൻ്റെ എമൗണ്ട് എത്രയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ സനോബിനോട് ചോദിച്ചപ്പോൾ അവനും മറന്നുപോയി. ഇതൊക്കെ നമ്മുടെ ഇടയിലുണ്ടായ ഈ സംഭവങ്ങളിൽ തുടർന്നുണ്ടായ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, ഇങ്ങനൊരു മറവി കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ പറഞ്ഞ 31-ാം തീയതിക്ക് ശേഷം, ജനുവരി 31-ന് ശേഷം നമ്മുടെ ഇടയിലുണ്ടായ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം, എൻ്റെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം. എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി. ഞാൻ ചെറിയൊരു മെഡിസിന് കഴിച്ചാണ് ഞാൻ ലെവലിലേക്ക് തിരിച്ചു വന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെന്താ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്താ അന്നറിയില്ല. നമ്മളിതുപോലെ കൂടെ ഉണ്ട്, തമാശ പറയുന്നത്, ഗ്രൂപ്പിൽ കയറി കളിക്കണമെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഫാമിലി മെമ്പേഴ്സ് ആ ഒരു ഫീൽഡിലേക്ക് വന്നതുകൊണ്ടാണത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലിയിലെ ഒരു മെമ്പർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മളെങ്ങനെ അതിനെ എങ്ങനെ നേരിടാൻ പറ്റുന്നുള്ള കാര്യം ചിന്തിച്ചു തുടങ്ങിയത് അപ്പോൾ അപ്പോഴാണ്. ആ ഇൻസിഡൻറ്റോടുകൂടി ഞാൻ പല രീതിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഞാനില്ലാണ്ടായാലുള്ള ഒരു അഭാവത്തെപ്പറ്റിയുള്ളൊരു ഡിപ്രഷൻ മോഡിലേക്ക് ഞാൻ പോകണ്ടേ. അപ്പോൾ ഇതിനൊക്കെ കാരണം നമ്മുടെ ഗ്രൂപ്പ് തന്നെയാണ്. കാരണം ഗ്രൂപ്പിൽ പലർക്കും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോലെയല്ല, കുറേ ആളുകൾ തമ്മിൽ ഒരു ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. സഹോദര ബന്ധത്തിനൊക്കെ അപ്പുറം കൂടപ്പുറപ്പുകളെ പോലെ ഒരു നല്ലൊരു ബന്ധം ഇതിലുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായ പ്രശ്നമാണ്. അപ്പോൾ ഈ ഇൻസിഡൻറ്റിനെ തുടർന്ന് നമുക്കുണ്ടാകുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നുവെച്ചാൽ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യാനും അതിനെ ആളെ വിളിച്ചു കൂട്ടാനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇത്തവണ. എന്നുവെച്ചാൽ അത് വേണോ വേണ്ടയോ, നടത്തണോ വേണ്ടയോ, കുറച്ച് സമയം നമ്മൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു. ഇപ്പോൾ സംസാരിക്കാൻ പറഞ്ഞാൽ ഒന്നുമില്ല, ഞാനും സനോബും പിന്നെ നമ്മുടെ കൂടെ പറഞ്ഞ ശ്യാമും ഉള്ളൂ. ഇത് 3 പേരും കൂടെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ആ ആലോചനയിൽ ആദ്യം വേണം വേണ്ട എന്നുള്ള രീതിയിലുണ്ട്. പക്ഷേ അപ്പം നമ്മൾ വിചാരിച്ചു നമ്മുടെ രീതിയിലൊരു പരിപാടിയല്ല. അപ്പം നമ്മുടെ ഒരു പരിപാടി നമുക്ക് മാറ്റിയേക്കും. നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രചോദനം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ തുടങ്ങിയ സംഭവം ഇടയ്ക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ഇപ്പം മുമ്പോട്ട് പോകാനായിട്ട് തീരുമാനിച്ച് കൊണ്ടുവന്നത്. പിന്നെ ഇതുവരെയുള്ള പരിപാടികളിലൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകതയല്ല, നമ്മൾ തുറന്നു വന്ന രീതി, നമ്മളൊരു ഡേറ്റ് അനൗൺസ് ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പിലിടും. ഇട്ടതിന് ശേഷം പിന്നെ എൻ്റെ പണി തുടങ്ങുകയാണല്ലോ, പോസ്റ്റർ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം. ഇതെല്ലാം ചെയ്ത് ഞാൻ റെഡിയാക്കി ഗ്രൂപ്പിലിടുന്നതിനൊപ്പം തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിടും. അതെന്തിനു വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പം തന്നെ നമ്മളുടെ ചായ ഓർഡർ ചെയ്തപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായി. എത്ര പേർക്ക് ഓർഡർ ചെയ്യണം, എത്ര പേർക്ക് പറയണം, കൂടിപ്പോയോ കുറഞ്ഞു പോയോ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ലിസ്റ്റിൽ വരുന്ന ആളുകൾ വരാമെന്ന് പറയുന്നതനുസരിച്ച് നമ്മൾ നമ്പർ ഉണ്ടാക്കി ആ നമ്പറാണ് നമ്മൾ അവരോട് പറഞ്ഞ് അവർ സാധനങ്ങൾ എത്തിക്കണം. ഈ നമ്പർ പറയാനായിട്ടുള്ള കൺഫ്യൂഷൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇട്ട ലിസ്റ്റിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗ്രൂപ്പിൽ കയറി കണ്ടവർക്ക് മനസ്സിലാവുണ്ടാവും, നിസാര ആളുകളാണ് ആദ്യം വരാമെന്ന് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ ചെയ്തിരുന്നൊരു കീഴ്വഴക്കം ഇതേപോലെ ലിസ്റ്റ് ഉണ്ടാക്കി, ആ ലിസ്റ്റ് ഉണ്ടാക്കിയ ശേഷം
ഞാനും സനോബും ഇരുന്നിട്ട് ഓരോരുത്തരെ പേഴ്സണലായിട്ട് വിളിക്കാറുണ്ട്. എടാ പരിപാടിക്ക് നീ വരില്ലേ, നീ വന്നോട്ടോ, ഇങ്ങനെ അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ അവരെ വിളിക്കും, വരില്ലേ എന്ന് വെച്ച് പേഴ്സണലായിട്ട് വിളിക്കാറുണ്ട്. ഇത്തവണ നമ്മൾ പറഞ്ഞു ഇനി നമുക്കത്, കാരണം നമുക്കത് അറിയാലോ, ഒരു ഇൻസിഡൻറ്റിൻ്റെ പുറത്ത് നമുക്കൊന്നും ചെയ്യാനുള്ളൊരു താല്പര്യം തന്നെ ഉണ്ടായിരുന്നതല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ലിസ്റ്റ് ഇട്ടാൽ മതി, വരുന്നവർ ഇങ്ങോട്ട് പറയും, അവരെ നമുക്ക് ഉൾക്കൊള്ളിച്ച് നടത്താം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ പരിപാടി ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2 പേര് ഓടിയിടുന്നുണ്ട് ഓരോ കാര്യത്തിനായിട്ട്. ഇവൻ ബാങ്കിൽ പോയി പൈസ എടുക്കാൻ ഓടുന്നു, അതിനിടയ്ക്ക് ഇവൻ്റെ വീട്ടിൽ ഓരോരോ കാര്യങ്ങളുണ്ട്. ഇപ്പോഴും രാജാവ് വന്നേക്കുന്നത് ഗുരുവായൂർ പോയിട്ട് ആ വഴി വീട്ടുകാർ അവിടെ ഇറക്കിയിട്ടാണ് വന്നേക്കുന്നത്, മനസ്സിലാണോ? എനിക്ക് ഇതുപോലെ തന്നെ ഒരു ക്ലാസ് ഉണ്ട് രാവിലെ. ആ ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വരണം. ക്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മെമ്മറി പ്രോബ്ലം ഉണ്ട്, മറക്കണ പ്രശ്നം ഭയങ്കരമായിട്ട് രൂക്ഷമായിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ അടുത്ത് ഒരാൾ സജസ്റ്റ് ചെയ്താണ് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക, കാരണം എനിക്ക് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനുവേണ്ടി ഞാനൊരു കോഴ്സ് ചെയ്യാണ്. കോഴ്സ് എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഉച്ച വരെയാണ് എൻ്റെ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിലേക്ക് പോകണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഇടയിൽ നമ്മൾ തിരക്കാണ്. ഉച്ച കഴിഞ്ഞുള്ള കുറച്ച് സമയം കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്ത് ഇതാക്കുന്നത്. നമ്മൾ പ്രായമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഇങ്ങനെ പല ആളുകളുടെ സ്വഭാവം ചെയ്യുന്ന സമയം 50 ദിവസം കഴിഞ്ഞിട്ട് അതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പിള്ളേരൊക്കെ ചെറുതാണ്. ഇപ്പോൾ ഇവരുടെ വീട്ടിൽ പിള്ളേരൊക്കെ വലുതാകുന്നത് ഇവർക്ക് ടെൻഷൻ വേറെയാണ്. എന്താ വെച്ചാൽ ഈ പിള്ളേരെ ഒരു കരക്കെത്തിക്കാനായിട്ട് ഇവർ കിടന്ന് പാടുപെടുകയാണ്. അതിൻ്റെ ഇടയിൽ എന്ത് ഗ്രൂപ്പ്, എന്ത് സംഭവം, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്രൂപ്പിൻ്റെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ഒന്ന് പൊക്കയിടുന്നു. ഇതാണ് എല്ലാവരും തീരുമാനം കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങോട്ടുള്ള രീതിയിൽ അങ്ങനെ തിരക്കുകളായിരിക്കും. കാരണം ഇനി പിള്ളേരുടെ പഠിത്തം, ഉപരിപഠനം, കൂടാതെ കല്യാണം, ഇതിലൊക്കെ തിരക്കായിട്ട് വീട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥകളിലാണ് ഇപ്പോൾ ഇരിക്കുന്നവരുടെ എല്ലാ പേരൻസും, അല്ലേ? അപ്പോൾ ഞാൻ ഈ പൊട്ടത്തരത്തിന് ഗ്രൂപ്പ് എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല. നമുക്കപ്പോൾ ഇതുപോലത്തെ പല പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരുന്നതൊക്കെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സനോബ് എന്നോട് പറഞ്ഞു, എടാ നമുക്ക് എനിക്കിങ്ങനെ കൊണ്ടുപോകണമെന്നില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടണമെങ്കിൽ ഒരു ദിവസം കൂടാം, കായ് പറഞ്ഞ് പോകാം. അത് ആളുകൾ പറയുകയാണെങ്കിൽ ഇനി നമുക്ക് കൂടുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം ഈ ഒരു സംഗതി നിങ്ങളിൽ ആർക്കും ചെയ്യാവുന്ന കാര്യം. ഞാൻ പലപ്പോഴും പറഞ്ഞേക്കണം, നിങ്ങൾ ആരെങ്കിലും കോർഡിനേറ്റ് ചെയ്തോളൂ, നമ്മൾ ഇതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, മനസ്സിലാവുണ്ടോ? പക്ഷെ നമ്മൾ ഒരിക്കലും വരില്ല എന്ന് പറയില്ല. ഞാൻ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ വരില്ല. എൻ്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റിക്കിട്ടേ വരുള്ളൂ. കാരണം അത് ഉണ്ടാക്കാനുള്ള എഫർട്ട് നമുക്ക് നടത്തിയത് കൊണ്ട് മനസ്സിലാവും എങ്ങനെ നടത്തണമെന്നുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഇന്നാണ് അനൗൺസ് ചെയ്യാനിരുന്നത് തന്നെയാണ് ഈ കാര്യം. ഞാൻ രാവിലെ ഈ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ എന്നെ വീട്ടിൽ കുറേ വഴക്ക് പറഞ്ഞു. കാരണം നിങ്ങൾക്കറിയാം, ഇവിടെ പലർക്കും ഞാൻ ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ട് പേഴ്സണലായിട്ട്. ആ അയക്കുന്ന ഗുഡ് മോർണിംഗിൽ കുറേ കാര്യങ്ങൾ എഴുതാൻ അയക്കണം, വെറുതെ ഗുഡ് മോർണിംഗ് അല്ല അയക്കണം. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ചിന്താപ്രഭാതം ഇടുന്നുണ്ട്, റെഗുലറായിട്ട് ഇട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടുണ്ട് അത് ഇടുന്നത്. രാത്രി ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് ഞാൻ ഇടുന്നുണ്ട്. ശരിക്കും നിങ്ങൾ നന്നാക്കാൻ ഇടുന്നതല്ല അത് ഞാൻ നന്നാവാൻ ഇടുന്ന സാധനമാണ്. കാരണം ഇത് ഓരോന്ന് വാങ്ങിക്കൊണ്ട് എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടി, ഞാനൊന്ന് എൻ്റെ സ്വഭാവം മാറട്ടെ എന്ന് ഇടുന്ന സാധനം. പക്ഷേ എനിക്ക് ഇന്നലെ മനസ്സിലായി എൻ്റെ സ്വഭാവം മാറാനുള്ള, കാരണം ഞാൻ ഇതുപോലെ ബിഹേവ് ചെയ്യാണ്. അപ്പം പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ അത് കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി നമ്മളതിലേക്ക് പോകുന്നത് അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് എനിക്ക് അങ്ങനെ വഴക്ക് പറഞ്ഞ് അവരൊക്കെ എൻ്റെ ക്യാരക്ടർ അറിയാവുന്നുണ്ട്, അവരൊന്നും പറയും. ഇപ്പോൾ സനോബിനെ അങ്ങനെ പൂരം വഴക്ക് പറയുന്നുണ്ട് ചില കേസിലൊക്കെ. അവൻ എന്നാലും എന്നോട് എന്നെ പിറ്റേ ദിവസം വിളിക്കും, നീ എന്താ എടുക്കണമെന്ന് ചോദിക്കും. അതെന്തുകൊണ്ട്? അവനെൻ്റെ ക്യാരക്ടർ അറിയാം. നിങ്ങൾ തന്നെ പലർക്കും എൻ്റെ ശരിയായ ക്യാരക്ടർ അറിയില്ല. അതാണ് രസം. അപ്പോൾ നമുക്ക് ക്ഷമ എന്ന് പറഞ്ഞ സംഭവം ഈ വയസ്സായിക്കൊണ്ടിരിക്കുന്നതോ പിടിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത് ഞാൻ വിചാരിക്കുന്നത് ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു അവസാനത്തെ പരിപാടിയായിരിക്കും. ഇനിയുള്ള പരിപാടി ഞാനായിട്ട് കണ്ടക്ട് ചെയ്യില്ല, ഞാനായിട്ട് കണ്ടക്ട് ചെയ്യില്ല, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. പക്ഷേ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ എൻ്റെ ഇല്ല. ഇത് ഞാൻ രാവിലെ പറഞ്ഞ് എന്നെ വീട്ടിൽ വഴക്കുണ്ടാക്കി ഇരുന്ന സമയം സിന്ധുവിന് വഴക്ക് പറഞ്ഞാണ് ഞാൻ പറഞ്ഞപ്പോൾ. കാരണം എനിക്കല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കറിയാം. നമ്മൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്, അതൊന്നും ഞാൻ മുടക്കമൊന്നും ഞാൻ പറയില്ല. കാരണം ഇപ്പോൾ ചാരിറ്റിയിൽ ആകെ ഇൻവോൾവ് ആയിരിക്കുന്ന ഹണി മാത്രമേ ഉള്ളൂ. ഹണി പറയുന്ന ഡയറക്ഷനിലാണ് ഞാനത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ആരും ഇപ്പോൾ അതിനകത്ത് കോൺട്രിബ്യൂഷനൊന്നുമില്ല. ഹണിയുടെ ഒരു കോൺട്രിബ്യൂഷൻ, അത് ഞാൻ ഹണീനെ എത്ര സ്മരിച്ചാലും അത്, കാരണം നമ്മൾ ചിലപ്പോൾ ഹണി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഗ്രൂപ്പിൻ്റെ പേരിലാണ് ചെയ്യണേ. അതാണ് നമ്മുടെ ഒരു പ്ലസ് പോയിന്റ്. ഹണി തരുന്നത്. ഇപ്പോൾ ഹണി അയർലൻഡിലേക്ക് പോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയ സംഭവം, 3 മാസത്തെ പൈസ എനിക്ക് ഇട്ടിട്ടാണ് ഹണി പോയത്. ആര് ചെയ്തു ഇതുപോലെ അല്ലേ? ആ 3 മാസത്തെ പൈസ കൃത്യമായിട്ട് എനിക്ക് ഇട്ടിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ ഈ പൈസ കഴിയുമ്പോൾ തിരിച്ചു വരും, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ അങ്ങനെ ഒരു എഫർട്ട് എടുക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ മാനിക്കണം ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചാരിറ്റി എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ
ഹണി എന്തുമാത്രം ഇത് ചെയ്യുന്നുണ്ടോ അതുപോലെ എഫർട്ട് ചെയ്യുന്നുണ്ടോ അതിന് ഹണീനെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകും. ഹണി അത് ചെയ്യാനുള്ള കാരണങ്ങളും എല്ലാം വിശദമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹണി ഇങ്ങനൊരു എഫർട്ട് ചെയ്യണതിനും കാര്യങ്ങളൊക്കെ ഹണീനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാനിക്കുന്നുണ്ട്. ഞാൻ അതൊന്നും നമ്മൾ സ്റ്റോപ്പ് ചെയ്യില്ല. അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇൻവോൾവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് റൈസാവും. നമ്മൾ ഇതിൻ്റെ പുറകെ നടന്നിട്ട് നമ്മൾ ടെൻഷനായിട്ട് എൻ്റെ ഒരു സ്വഭാവം ചേഞ്ച് ആണോ എന്താണെന്നറിയില്ല. ഞാൻ പെട്ടെന്ന് റൈസാവും. എനിക്ക് പ്രതികരിക്കണം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളായിട്ടൊരു വിഷയം ഉണ്ടാക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എല്ലാവർക്കും ഈ എക്സ്പീരിയൻസ് കിട്ടണം. ഇപ്പോൾ എനിക്കറിയാം നിങ്ങൾ ഇപ്പോൾ കല നമ്മുടെ ഗ്രൂപ്പിൻ്റെ ആദ്യം മുതലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്നോട് ഇന്ന് സിന്ധു പറഞ്ഞാണ് കല ഇതുപോലെ തന്നെ എന്നെപ്പോലെ കയറി മൈക്കെടുത്ത് സംസാരിക്കാനോ അതിൽ പാട്ട് പാടാൻ പറഞ്ഞാലൊക്കെ കലയ്ക്ക് മടിയുണ്ടാവും. കാരണം കലയൊരു വീട്ടമ്മയാണ്, നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ വീട്ടമ്മയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അറിഞ്ഞിരുന്നില്ല. കാരണം നമ്മുടെ കൂട്ടായ്മയിലാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ കല ഇതുപോലൊരു കാര്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് കലയ്ക്ക് അത് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. അതുപോലെ ഓരോരുത്തരും മനസ്സിലുണ്ടോ? ഇവിടെ തന്നെ പല ആൾക്കാരും പല ഗ്രൂപ്പുകളിലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ കയറി ഞാൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ ഇന്നലെ സന്നോടോട് ചർച്ച ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒരു ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എനിക്കുള്ള ഏറ്റവും വലിയ മടി ആൾക്കാരെ വിളിക്കണം എന്നുള്ള കാര്യമാണ്. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇത് ആളെ വിളിച്ചു കൂട്ടാൻ ഏറ്റവും നല്ല എല്ലാവരും നിശ്ചയിച്ചു തന്നെ. കാരണം നമ്മളെ ഡിസംബറിൽ പ്രോഗ്രാമിൽ ഞാൻ കണ്ടതാണ് അല്ലേ. ഇപ്പം നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുമ്പോൾ മിനി ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ എന്നിട്ട് നമ്മളോട് പറയുന്നത് നീ അവിടെ നിൽക്കുക, ഞാൻ ആളുകളൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പകുതി എഫർട്ടോടെ കുറയാം. ശരിയല്ലേ? അപ്പോൾ അവർ പറയുന്ന ലിസ്റ്റാണ്. അവർ ഇന്നൊരു വന്നപ്പോൾ നമുക്ക് എന്ത് എളുപ്പമാണെന്ന് അറിയാം കാര്യങ്ങളൊക്കെ. ഇതെന്ത് ചെയ്യണം? നമ്മൾ A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് ആളെ പിടിക്കണം, ആൾ വരണ്ടോന്ന് അറിയണം, ചായ ഓർഡർ ചെയ്യണം. ഇതൊക്കെ ബാലേന്ദ്രമേനോട്ട് ചെയ്തുകൊണ്ടിരിക്കുക രണ്ടുപേരും. ഇപ്പം എന്ത് ചെയ്യും? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആവേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ കൂടെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കൊണ്ടുപോയി നടക്കാവുന്ന സംഭവം. ഇത് വലിയ പ്രസ്ഥാനമൊന്നുമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈസി ആയിട്ടൊരു മുഖ്യമന്ത്രിനെ പ്രധാനമന്ത്രിനെയൊക്കെ കുറ്റം പറയാൻ പറ്റും. അപ്പോൾ അവരുടെ പെട്ടെന്ന് ആലോചിക്കും നാടിൻ്റെ വലിയോരും പരാതികളും പരിഭവങ്ങളും കേട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ 4-1 പരിപാടി ഇവിടെ ഇല്ല അല്ലേ? കാര്യമില്ല ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതിനകത്ത് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇത്. അതാണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞു. ഞാൻ ഏറ്റെടുക്കുന്ന പരിപാടിയിൽ അവസാനം ഇതായിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഞാൻ സപ്പോർട്ട് ചെയ്യും. ആ രീതിയിൽ പോകാനാണ് ഞാൻ. കാരണം എനിക്കിങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻ പറ്റില്ല. ഒന്നാമതിപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടുള്ള ചർച്ചകളില്ല. ആ ചർച്ചകളില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടുണ്ടായിരുന്ന അടുപ്പം നമ്മുടെ നിന്ന് കുറേ അകന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരം ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ആരെങ്കിലൊക്കെ ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഈ ചെയ്യണതിലൊന്നും എനിക്കൊരു പരാതിയില്ല. കാരണം ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യണം. കാരണം ഇത് എനിക്ക് ഏറ്റെടുക്കാനൊരു സാഹചര്യം ജന്മത്തില്ല. അപ്പോൾ എനിക്കത് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഞാൻ സന്തോഷത്തോടെ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യണം. കാരണം പലർക്കും ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുന്നുണ്ടാവും. മുഖം വഴക്കിട്ട് സംസാരിക്കാമോ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയണത് ഉള്ളു തുറന്ന് പറയണമെന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ബാക്കി രാജാവ് ഇരുന്ന് പറഞ്ഞപ്പോൾ പ്രശ്നങ്ങളുണ്ട്. നമസ്കാരം കൂട്ടുകാരെ. ബിജു പറഞ്ഞതിൻ്റെ ഈ കാര്യങ്ങൾക്ക് അപ്പുറം എനിക്ക് പറയാനില്ല. കാരണം ഈ ഗ്രൂപ്പിന് 3 കാല് എന്ന രീതിയിലാണ് നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഡിസംബർ 31 നമുക്ക് അടിയിട്ടി. സത്യം എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ കടയിൽ വരുന്നവർക്ക് അറിയാൻ പറ്റുമായിരുന്നു എൻ്റെ സ്വഭാവത്തിലൊന്നും മാറ്റങ്ങളില്ല. ഞാൻ കടയിൽ നിന്ന് പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട്. കാരണം ഇതെന്നെ പലരും അതിലെ വന്ന് പോകണുള്ളെങ്കിലും ഞാൻ ആകെയല്ല എന്നെ കളിയാക്കോട് ഞാൻ റോഡിലേക്ക് വായി നോക്കിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ വായിലേക്ക് നോക്കിയിരിക്കണം, പടിഞ്ഞാട്ട് അല്ലെ തെക്കോട്ട് നോക്കിയിരിക്കണേ. അവൻ വരും 10:30, 12 വരെ കടയിൽ നിൽക്കും. വൈകിട്ട് 4 മണിക്ക് വരും, 5 മണി വരെ അവൻ കടയിലുണ്ടാവും. ആ വരവ് അവൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ സത്യം ഇപ്പോഴും ഞാൻ അങ്ങോട്ട് നോക്കിയാൽ എൻ്റെ മനസ്സിലാകും തന്നെ അവനാണ്. അവൻ വരും. പിന്നെ ഇവൻ കൃഷ്ണൻ, അരുൺ, മനോജ് സ്വാമി, അങ്ങനെ സ്ഥിരമായിട്ട് വന്ന് പോകണേ. ഇവൻ അതിൽ പോകണേ കൈ അടിച്ചിട്ട് പോകും. അങ്ങനെ ഉള്ള ആ കാര്യങ്ങളിൽ ഒത്തിരി ഞാൻ എപ്പോഴും ഇവനോട് പറയും, എടാ അവൻ്റെ അഭാവം നമുക്ക് നിസ്സാരമല്ല.
ഇവന്റെ മൈൻഡൊക്കെ പോയി, ഇവന്റെ ഉറക്കമില്ല, ഇവനല്ലാത്ത വലിയ പ്രശ്നങ്ങളിലേക്ക് എനിക്ക് തീർച്ചയായിട്ട് ആ പ്രശ്നങ്ങളല്ല. ഞാൻ എൻ്റെ വികാരങ്ങൾ ഞാൻ എക്സ്പ്രസ് ചെയ്യും. ഞാൻ സങ്കടം വന്നാൽ ഞാൻ പൊട്ടിക്കരയും, ഞാൻ ചിരിക്കാൻ തോന്നിയാൽ ഞാൻ ചിരിക്കും, അത് അവിടെ തീരും. പക്ഷെ ഇതല്ല, ഇതെല്ലാം അവൻ അടക്കി വെച്ച് അവൻ ആ ഒരു അവസ്ഥയിലാണ് പോയത്. ആ സമയത്താണ് അതിനാണ് അവൻ പറഞ്ഞത്, ഒരാള് വേറൊന്നും വേണ്ട, ബാങ്കിൽ പോകണം, പാസ്ബുക്ക് പതിക്കണം, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. കണക്ക് കൃത്യമായിട്ട് ഇവൻ്റെലേക്ക് നേരത്തെ അവൻ്റെലേക്ക് ഇടുമായിരുന്നു, അവനത് കറക്റ്റ് ചെയ്തിട്ട് ഇവൻ്റെലേക്ക് ഇട്ടിട്ടാണ് ആ കണക്കുകൾ കാര്യങ്ങൾ ഇന്നേ വരെ ആ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. ഇന്ന് അന്തസ്സായിട്ട് ചോറ്റാനിക്കരയിൽ എവിടെ കയറിയെന്ന് പറയാം, ഞങ്ങളുടെ ബുക്ക് എടുത്ത് നോക്കിക്കോ, 5 പൈസ ഞങ്ങൾ ആരും പറ്റിച്ചിട്ടില്ല. മേടിച്ചവർക്ക് അന്തസ്സായ പൈസകളുടെ കാര്യങ്ങൾ നടത്തിയതിൻ്റെ കൃത്യമായ കണക്കുകൾ കാര്യങ്ങൾ അതിലുണ്ട്. അതൊന്നും പക്ഷേ ഇപ്പോഴും നമ്മൾ പറയണേ, കാരണം ഗ്രൂപ്പിലെ ചാറ്റിങ് പോയി ഒത്തിരി പ്രശ്നം. അപ്പം പറഞ്ഞുകൊണ്ട് പ്രായമായി വരുന്നു, ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മളെല്ലാവരും പോകുന്നത്. അപ്പോൾ പഴയ പോലെ രീതിയിൽ വിഡ്ഢിവേഷം കെട്ടി ആടാനായിട്ട് പറ്റണില്ല. പിന്നെ പഴയ രീതിയിലുള്ള പഠിപ്പുകൾ അടിച്ചാലും തിരിച്ചിങ്ങോട്ടൊന്നും വരാത്ത സ്ഥിതിയിലേക്കൊക്കെ ഗ്രൂപ്പ് എത്തി. മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഓടുമായിരുന്നു. അപ്പം അതൊന്നുമില്ല. അപ്പം അതിൻ്റെ വഴിയെ പോകണു, നമ്മൾ നമ്മുടെ സൈഡിൽ നമ്മളും പോകണം. ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കുക എന്നുള്ളത് ഞാനും നമ്മളീ കൂടി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതും അതിൻ്റെ വഴിയേ നടക്കും. പ്രധാനമായ കാര്യങ്ങൾ ഈ പറഞ്ഞു വിട്ട്, ഇതിപ്പോൾ ഈ കുറച്ച് കുട്ടികൾക്ക് നമ്മൾ ഈ വിദ്യാഭ്യാസ അവാർഡ് കൊടുത്തു, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യമാണ്. കാരണം ചോറ്റാനിക്കര സ്കൂളിൽ ഗവൺമെൻറ് DHSC ആ മൊത്തം ഗ്രൂപ്പിൽ നമ്മുടെ 87 SSC എന്ന് പറയുന്ന സാധനത്തിൽ ഒരു പ്രത്യേക ഹൈലൈറ്റ് ഉണ്ട്. കാരണം അവരെ നിങ്ങൾ കാണുന്നതാണ് ആരും പറയണേ. നമ്മൾ അൾട്ടിമേറ്റ് നമ്മൾ സ്കൂളിൽ ചെയ്തു കൊടുത്തിരിക്കുന്ന നമ്മുടെ കാര്യങ്ങളിൽ സീലിംഗ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അവിടെ നമ്മൾ തീർത്തു. ബാക്കി പൊതുകാര്യങ്ങളിൽ നമ്മുടെ ചാരിറ്റി ഒക്കെ പറഞ്ഞ് എൻ്റെ വൈഫിൻ്റെ ചേച്ചി അവരൊക്കെ ആയിട്ട് 80 അങ്ങനെ എത്രയൊക്കെ 10 കഴിഞ്ഞവരാണ്. അവർ പറയുക നമ്മുടെ സാധനങ്ങൾ കുറേ ഒരു ഫോളോ അപ്പ് ചെയ്യുക, ഈ ചാരിറ്റി അങ്ങനെ. ഞാൻ അത് കുട്ടിയെ കൂടുതൽ കേസല്ല, ഇത് ഞങ്ങൾക്ക് ഒരു വാക്കുള്ളൂ, സനവി അത് വേണ്ട, അത് വേണ്ട. അതിൻ്റെ അത് എൻ്റെ വാക്ക് കേട്ടുകൂടെ? അങ്ങനെ ഒരു സാധനം നമ്മളിലില്ല. ഇപ്പോൾ ആര് നീ അല്ല ഇവനല്ലോ എന്തിനാ അതിൻ്റെ ആവശ്യമുണ്ടോ വേണ്ട, നമുക്ക് ആലോചിക്കും, അത് വേണ്ട, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് ഞാൻ എന്നുള്ളൊരു ചിന്ത ഞാൻ ചെയ്യാറില്ല, അവൻ ചെയ്യാറില്ല, ഇതും ചെയ്യാറില്ല, നമ്മുടെ ആരും ചെയ്യാറില്ല. അപ്പോൾ അത് ഒരു കാര്യം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മുടെ കൂടെ എന്തിനെങ്കിലും ഇപ്പോൾ ഈ റീസെൻ്റ് കാര്യങ്ങൾക്ക് ചെക്ക് കൊടുക്കാനായിട്ട് ഈ കൊച്ചിൻ്റെ കാര്യങ്ങളുടെ ഇടയ്ക്കിട്ടാണ് ഈ കല വീട്ടിൽ ചെന്ന് ഒപ്പിടണം. മറ്റൊരു ഇവനുണ്ട്, കവലയിലുണ്ട്, സജീവ ചെക്ക് ഉണ്ടല്ലോ, ഒപ്പിടണല്ലോ, അവൻ വരും കടലിൽ വന്ന് ഒപ്പിട്ട് കൊണ്ടു. ഇനി ഈ ഭാഗത്തിൻ്റെ സമയം നോക്കി നമ്മൾ നടക്കണം. അതിനായിട്ട് ആരെയും ചെക്ക് ഒപ്പിടിച്ച് വെച്ചിരിക്കുക, മനസ്സിലായോ? അങ്ങനെ പല കാര്യങ്ങളിലൂടെ നമ്മുടെ ഈ സംഭവം നമ്മുടെ ഗ്രൂപ്പിൽ പോകുന്നത്. ശരി. നമ്മുടെ സജിക്കുട്ടൻ ഇവിടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, അതിനപ്പുറമില്ല. അപ്പോൾ പഴയപോലെ സജീവമായ ഗ്രൂപ്പിൽ സജീവം ആക്റ്റീവാകും, എല്ലാവരും ആക്റ്റീവ് ആവുക. നമ്മുടെ പഴയ 87 24 അവർ നോൺ സ്റ്റോപ്പ് അടിപൊളി ചാറ്റിങ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം. അതെ അവൻ സമ്മതിക്കുന്നു. ഞാൻ ബിജുവിനെ പോകും. അടുത്ത നമ്മൾ കുട്ടികൾക്കുള്ള ഉപകാരങ്ങൾ ഇത്തവണ നമ്മൾ സജീവനെ കൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ സജീവിൻ്റെ അടുത്തേക്ക് വന്ന് പേര് വിളിക്കുന്ന മുറയ്ക്ക് ഓരോ കുട്ടികൾ വന്ന് കാണേണ്ടതാണ്.
ആദ്യമായി ബികോമിന് മികച്ച വിജയം കൈവരിച്ച വിഷ്ണു എസ് കുമാറിനെ ക്ഷണിച്ചു കൊടുത്തു. അടുത്തതായി ഗോപിക കൃഷ്ണൻ BA സംസ്കൃതം മികച്ച വിജയം കൈവരിച്ച മോളെ ആദരപൂർവ്വം ക്ഷണിച്ചിരിക്കുന്നു. അടുത്തതായി BSc കെമിസ്ട്രി അല്ല കെമിസ്ട്രിക്ക് മികച്ച വിജയം കൈവരിച്ച ജോത്സ്ന ആദരപൂർവ്വം ക്ഷണിച്ചിരിക്കുന്നു. +2 മികച്ച വിജയം കൈവരിച്ച അനന്തകൃഷ്ണന് ആദരപൂർവ്വം ക്ഷണിച്ചുള്ളത്. +2 മികച്ച വിജയം കൈവരിച്ച നമ്മുടെ രേഖയുടെ മോൻ ആഗ്രഹ മോനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. പിന്നെ നമ്മുടെ ബിന്ദു KP ഉടൻ പണം പരിപാടിയിൽ പങ്കെടുത്ത് കുറേ പണം നേടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് പത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിതരണം ചെയ്യാനായിട്ട് ബിന്ദുവിനെ ക്ഷണിച്ചു.
ഹലോ, ബിജുക്കുട്ടൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ അല്ലേ? ബിജുക്കുട്ടൻ ഗ്രൂപ്പിൽ നിന്ന് പോവുകയില്ല, ബിജുക്കുട്ടൻ ആ സ്ഥാനത്ത് തന്നെ നിൽക്കുകയും ചെയ്യും, ഞങ്ങളോട്ട് വിടുകയില്ല, രാജാവും മന്ത്രിയുമായിട്ട് തന്നെ അവർ മുന്നോട്ട് പോകും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിജുക്കുട്ടൻ പറഞ്ഞാൽ വലിയൊരു കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഗ്രൂപ്പിനകത്ത് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് നിങ്ങൾ ആരും അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതൊരിക്കലും ചെയ്യരുത്. കാരണം ഇതുപോലത്തെ ഒരു കൂട്ടായ്മ ഇനി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടുകയുമില്ല ഇതുപോലെയുള്ളൊരു കൂട്ടായ്മ. ഇത് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പറയാം, കൂടപ്പുറപ്പുള്ളൊരു കൂട്ടായ്മയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ സിന്ധുവായിട്ട് തന്നെ ഉച്ചയ്ക്ക് പിടങ്ങുകയും ചെയ്തു സിന്ധുവിനെ കുറിച്ച് വിളിച്ചിട്ട്. വേറെ ഒന്നുകൊണ്ടല്ല, 3 ദിവസമായിട്ട് എനിക്ക് ഇയർ ബാലൻസിൻ്റെ കംപ്ലൈൻറ്റ് കിടപ്പായിരുന്നു. ഞാൻ വീണു 2 പ്രാവശ്യം. വീട്ടിൽ നിന്ന് ചേട്ടൻ വിടൂലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പോകണം, ബിസ്കുട്ടൻ തന്നെ ഒന്ന് കൊണ്ടുപോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന് കുറച്ച് ബുദ്ധിമുട്ട് വന്നുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം എന്നോട് ഊബർ വിളിച്ചപ്പോൾ ആരും ചിന്ത പറഞ്ഞു. പക്ഷേ എനിക്ക് ഊബർ വിളിച്ച് തന്നെ വരാൻ ചേട്ടൻ വിടത്തില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞാനൊക്കെ കൂടെ തൃപ്പൂണിത്തുറ വരെ അങ്ങനെ എത്തിയൊക്കെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ ഇത് ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഇന്നൊരു കൂട്ടായ്മ ഞാൻ ഒരാൾ മുടങ്ങിക്കഴിഞ്ഞാലുള്ള ഫീലിംഗ് എനിക്ക് എന്താണെന്ന് അറിയാം. പണ്ട് കൊറോണ വന്ന് ഞാൻ പബ്ലിക് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 1-2 പേർക്ക് അറിയാമായിരുന്നു. സജിക്കുട്ടൻ അറിയാം. ഞാൻ ആദ്യം അവനോടാണ് പറയാറ്. പറഞ്ഞ സാർ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ മരിച്ചു പോകുമോ എന്നൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞ സമയത്ത്. ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടുകാരെയോ എൻ്റെ മക്കളെയോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അന്ന് ഞാൻ ചിന്തിച്ചത് എൻ്റെ ഗ്രൂപ്പിനായിരുന്നു. അന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ സജിക്കുട്ടനോട് പറഞ്ഞു, അടുത്തറിയൊരു ഞാനില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോ വീണ്ടും വെച്ചിട്ട് തുടങ്ങാൻ പാടുന്നു. കാരണം അത്രത്തോളം ഞാൻ ഈ ഗ്രൂപ്പിൽ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ബിജുക്കുട്ടൻ പറഞ്ഞപ്പോൾ നന്നായിട്ട് വേദനിച്ചു. കാരണം അവൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അവൻ്റെ വിഷമങ്ങൾ എന്താണെന്നുള്ളത്. ബിജുക്കുട്ടനെ എന്ത് പറഞ്ഞാലും അപ്പം ഞാൻ പറയും നീ ഇട്ടോടാ, ബാക്കി ഞാനുണ്ടെന്ന്. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ഇതിനകത്ത് വരില്ല എന്ന് ബിജുക്കുട്ടനോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിജുക്കുട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ മിനിമോളെ വീട്ടിൽ നിന്ന് എടുത്ത് തിരിച്ചു കൊണ്ടാക്കി. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വരാൻ ഒട്ടും വയ്യ. വന്നെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് സജിക്കുട്ടൻ വരും, എല്ലാവർക്കും സജിക്കുട്ടനെ കാണാം, എനിക്കും കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇനി വന്നത്. ഇവിടെ വന്നപ്പോൾ കേട്ടത് അതിലും വലിയ സങ്കടകരമാണ്. ഒരിക്കലും അത് ഞങ്ങൾ സാധ്യമാക്കില്ല. ബിജുക്കുട്ടനെയോ അതല്ലെങ്കിൽ സനൂപിനെയോ ഞങ്ങളിത് വിടില്ല. കാരണം ഞങ്ങളെല്ലാം ഒരു 3 കാലം നാം പറയും, ഞങ്ങൾ 15 കാലം കൊണ്ട് പുറകിലുണ്ട് ഞങ്ങൾ എന്ത് കാര്യത്തിനും. കാരണം ഞങ്ങളുടെ ബിജുക്കുട്ടൻ പറഞ്ഞാൽ മതി, ഇനി എനിക്കിത് പറ്റില്ല. കാരണം അവൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ അറിഞ്ഞതാണ്. നിങ്ങളൊക്കെ അത്ര അറിയുമെന്നറിയില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ സജീവ് ബിജുക്കുട്ടനും സനൂപും ഞാൻ കുറേ പേരൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഞങ്ങൾക്കറിയാം. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ആള. എനിക്ക് എന്ത് സങ്കടം വന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ എനിക്ക് ഭയങ്കരമായ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആരോടും പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞത് എനിക്കെന്ത് ആൻസർ കിട്ടില്ലായിരുന്നു എനിക്കറിയായിരുന്നു. അപ്പോഴും ഞാൻ ആ സങ്കടം അതിനൊക്കെ ചിന്തിച്ചു. എൻ്റെ കൊച്ചിനായിരുന്നെങ്കിൽ എനിക്കത് പറയാം, ഒരു തിരിച്ച് സപ്പോർട്ട് എനിക്ക് കിട്ടിയാൽ അത്രത്തോളം അവൻ നമുക്ക് സപ്പോർട്ടായിരുന്നു. അപ്പം അതിനൊരു കുറവ് നമുക്കുണ്ട്. ഭയങ്കരമായിട്ടൊന്നല്ല, ഭയങ്കരമാണ്, നമ്മുടെ നട്ടെല്ലാണ്. അതിൻ്റെ കൂടെ ബിജുക്കുട്ടൻ അതിനെ തോളത്ത് ഒരു വർഷത്തെ തോളത്ത് അപ്പുറത്തും ഇപ്പുറത്ത് ഇവരുണ്ടെങ്കിൽ ബിജുക്കുട്ടൻ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ കുറവുകൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ എത്ര പേര് 58ഓളം പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് എന്നുള്ളതാണ്. അതിൽ കുറച്ച് പേരെങ്കിലും ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ ഞാൻ ഇങ്ങനെ വരുള്ളൂ, ഞാൻ അങ്ങനെ വരുള്ളൂ എന്ന് പറയരുത്. എല്ലാവരും അവരവരുടെ ഗ്രൂപ്പായി ഞങ്ങൾക്കിത് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ മുന്നോട്ട് വരണം. ആരും നിങ്ങളുടെ കയ്യിലോ കാലിലോ കയറി പിടിക്കില്ല. നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ്, നല്ല രീതിയിലുള്ള മെസ്സേജുകൾ ഗ്രൂപ്പിലേക്ക് വന്നാൽ 100% ഞങ്ങളത് സ്വീകരിക്കും. അത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എനിക്ക് പറ്റില്ല, എനിക്ക് പണിയുണ്ട്, എല്ലാവർക്കും ജോലിയുണ്ട്. ബിജുക്കുട്ടൻ്റെ നമുക്കറിയാം ബിജുക്കുട്ടൻ്റെ അവസ്ഥ. ഇപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട്, കൂടാതെ പല പല കാര്യങ്ങളും അവനുണ്ട്. അതിൻ്റെ കൂടെ ഭയങ്കര ടെൻഷനുണ്ട് അവന്. സനൂട്ടിന് എന്നും അസുഖങ്ങളുണ്ട്. എപ്പോൾ വിളിച്ചാലും അവന് പനി അല്ലെങ്കിൽ നടുവേദന, പുറം വേദന. അതിനിടയിലാണ് ഈ കാര്യങ്ങൾ ചോടുന്നത്. ഇപ്പം പറഞ്ഞു കലയുടെ കാര്യം, അവളെ നോക്കട്ടെ. ഞാൻ പണ്ട് കല ആഴ്ചയിൽ 2 ദിവസം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പം കലയെ വിളിച്ചിട്ട് കിട്ടാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കലയ്ക്ക് കൊച്ചുണ്ട് വീട്ടിൽ. അവിടെ കുഞ്ഞിനിട്ടിട്ട് അവളെ എന്ത് ചെയ്യാൻ പറ്റും, അതൊരു കാര്യം. എന്നിട്ട് പോലും അവൾ ഇത്ര ആക്റ്റീവാകുന്നുണ്ട്.
ദൈവത്തെ വിചാരിച്ച് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയണേ, ഇതുപോലൊരു ഗ്രൂപ്പ് നമുക്ക് കിട്ടില്ല. എവിടെ ചെന്നാലും 87 തേവര ഭാഗത്ത് 87 ഗ്രൂപ്പ് അറിയാത്തവരാരും ഉണ്ടല്ലോ. കാരണം എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അറിയാം. അവരത്രത്തോളം ഇതിന് കൊടുക്കുന്നുണ്ട്. ഇന്ന് എനിക്കിന്ന് ഞായറാഴ്ച എനിക്ക് കുടുംബശ്രീയുടെ ADSന്റെ മീറ്റിംഗ് ഉണ്ട്. ഞാൻ ഒന്നിനും വിലയെന്ന് അവരോട് പറഞ്ഞു, ഞങ്ങളുടെ പ്രോഗ്രാമിന് ഞാൻ പോകും, എങ്ങനെയായാലും ഞാൻ പോകുമെന്ന് പറഞ്ഞു. അത്രത്തോളം എനിക്കിത് വിലയേറിയതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുക. കാരണം ഇതുപോലത്തെ ഒരു പ്രോഗ്രാം എവിടെ നടക്കുന്നുണ്ട്? ഈ പിള്ളേർക്ക് കൊടുക്കുന്നതും അതുപോലെ ചാരിറ്റി ആയിട്ടാണെങ്കിലും. അതുപോലെ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ഓരോരുത്തരും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുറേ പേർക്ക് കാശ് ഒരുപാട് ഉണ്ടാവുമായിരിക്കും, അതെനിക്കറിയില്ല. കാശില്ലാതെ ആ സമയത്ത് കാശില്ലാതെ ഒരുപാട് പേര് ആ സമയങ്ങളിൽ ചോദിക്കും. ബിജുക്കുട്ടനാണെങ്കിലും സനൂട്ടനാണെങ്കിലും ഉണ്ടായിരുന്ന കാലത്ത് സജികുട്ടിയാണെങ്കിലും നിമിഷ നേരവും കൊണ്ട് പൈസ നിങ്ങളുടെ ബാങ്കിൽ എത്തുമായിരുന്നു. ആവശ്യങ്ങൾക്ക് ഇത് ഉദവ് ചെയ്യാമായിരുന്നു. എനിക്ക് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് വെച്ചാണ് പൈസകൾ ബാങ്കിലോട്ട് വരുന്നത്. ഇത് എന്തുകൊണ്ട് ഏത് ഗ്രൂപ്പിൽ ഇങ്ങനെ കിട്ടും? നമ്മളെല്ലാവരും കൂട്ടുകാരെന്ന രീതിയല്ല, കൂടപ്പിറപ്പുകളാണ്, നമ്മുടേതാണ്. ഇവിടെ ഓരോ നാത്തൂമാർ, ഓരോ കൂട്ടുകാരന്മാരുടെ ഭാര്യമാരെ ഞങ്ങൾ നാത്തൂമാരായിട്ടേ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ കെട്ടിയന്മാർ ഇവർ അളിയന്മാരായിട്ട് അച്ചായന്മാരായിട്ടാണ് കണ്ടേക്കണേ. എവിടെ പോയാലും ഇപ്പം എവിടെ പോകണമെങ്കിലും ചിലപ്പോൾ എൻ്റെ ആങ്ങളമാരുടെ കൂടെ പോകുമ്പോൾ ഒരു പേടിയാണെങ്കിലും എൻ്റെ എപ്പോഴും ബിജുക്കുട്ടനോടും സണ്ണിനോടൊക്കെ പറയും, എൻ്റെ കൂടപ്പിറപ്പുകളുടെ കൂടെ പോകുമ്പോൾ എനിക്ക് ഒരുപാട് ധൈര്യമാണ്. കാരണം എത്തേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് എവിടെയെങ്കിലും പോയാൽ രാത്രിയോ വന്നെങ്കിൽ തിരിച്ച് വീട്ടിൽ എത്തിച്ചിട്ടേ അവർ പോവുള്ളൂ. അത്രത്തോളം നന്മയുള്ള ഒരു കുടുംബം ഇനി ഇല്ല. ഇനി ഇത് നിന്ന് പോയാലും തിരിച്ചൊരു ആവർത്തനം ഉണ്ടാവില്ല. അതുകൊണ്ട് നിന്ന് പോകാൻ നമ്മൾ സമ്മതിക്കരുത്. ഇന്ന് ഞാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, കൂടെ വിട്ടാണ് മിനി ഇങ്ങനെയൊന്നും. ഞങ്ങൾക്ക് ഒട്ടും വയ്യായിരുന്നു. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം കൊണ്ട് എൻ്റെ എനർജി എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയില്ല. അങ്ങനെ വന്നോണ്ട് ഞാൻ മിണ്ടില്ല, ബുദ്ധിമുട്ടായിട്ട് ഇരിക്കും എന്ന് വിചാരിച്ച് തന്നെ വന്നതാണ്. പക്ഷേ അറിയില്ല എവിടെ നിന്നൊക്കെയോ എനിക്ക് സ്ഥലം കൊടുത്ത് എണീറ്റ് വന്നു, സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടിട്ട് ഇപ്പോഴും എപ്പോഴും ഞാൻ പറയാണ്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ മിനിച്ചേച്ചി എന്നുള്ള പേര് കേൾക്കുന്ന ഒരുപാട് സന്തോഷമാണ് എനിക്ക്. കാരണം ഞാൻ ആ മിനിച്ചേച്ചിയുടെ സ്ഥാനം എടുത്തിട്ടാണ് കഴിഞ്ഞ പ്രോഗ്രാം നടക്കാൻ നേരത്തെ പോടാം. ഞാൻ ഒരിക്കലും ആരോടും ഒന്ന് വരുമെന്ന് ചോദിച്ചിട്ടില്ല. ഇരിക്കുന്ന മക്കൾക്കൊക്കെ അറിയാം, അവരാരോടും ഞാൻ വരുമെന്നില്ല. പോടാ ഗ്രൂപ്പിലോട്ടെന്നാ പറഞ്ഞേ. എന്ന് വെച്ചാൽ ഗ്രൂപ്പിനകത്ത് ബിജു ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, പോയി തമ്പടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് വെച്ച് എൻ്റെ ഹൃദയമുള്ള കൂട്ടുകാരന്മാർ അപ്പം തന്നെ മുകളിൽ വന്ന് അവർ തമ്പടിച്ചു, അവർ വരും. അതുപോലെ നിസ്സാർ ഒറ്റ ദിവസം കാണണം 38 പേരോ ഇല്ലേ, നമ്മൾ എത്ര പേരെന്ന് അറിയില്ല, 38ഓളം പേരാണ് ആ സമയത്ത് അവിടെ വന്നത്. അതെൻ്റെ കഴിവല്ല. ഇവരെന്നെ മിനിച്ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ഒരു സ്നേഹമായിരിക്കും എനിക്ക് തരുന്നത്. അതുകൊണ്ടിട്ടായിരിക്കും ആ സ്നേഹം നിങ്ങളോട് ഇപ്പോഴും ഇങ്ങോട്ട് തരിക. കാരണം ഞാനില്ല എന്നും അങ്ങനെ ചിന്തിക്കേണ്ട. മനുഷ്യ സഹജമാണ്, ആർക്കും എന്തും സംഭവിക്കാം. നാളെ എന്തും നമുക്കറിയില്ല. അപ്പോൾ ഉള്ള സമയം നമ്മുടെ കൂട്ടായ്മ നിന്ന് ഭംഗിയായി സുന്ദരമായിട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ബിജുക്കുട്ടനോടും സനൂട്ടനോടും പറയാണ്, നിങ്ങൾ ഇതിൽ എങ്ങനെ നിന്നിരുന്നോ അതുപോലെ തന്നെ നിൽക്കുക. സപ്പോർട്ടായിട്ട് മന്ത്രിപത്നിയും രാജ്ഞിയും അതിനകത്ത് കൂടെ നിൽക്കുക. ഒരിക്കൽ പോലും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഞങ്ങൾ കൂടെയുണ്ട്. ചില സമയങ്ങളിൽ നമ്മുടെ സിറ്റുവേഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും ഞങ്ങൾ കൂടെയുണ്ട്. നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് ഇതിനകത്ത് വേണം, നിർബന്ധമാണ്. ഇത് ഈ ഗ്രൂപ്പിനെ ഇങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റില്ല. ഇരിക്കുന്ന ഓരോരുത്തരും ഇതിനകത്ത് നിങ്ങളെല്ലാം ബാധ്യതപ്പെട്ടവരാണ്. ഇതിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെല്ലാവരും നിങ്ങളും അർഹതപ്പെട്ടവരാണ്. നിങ്ങളത് ചെയ്തേ പറ്റൂ. കാരണം നിങ്ങൾക്ക് നാളെ എവിടെ പോയാലും അന്തസ്സോടും അഭിമാനത്തോടും കൂടി പറയാം 87 ബാച്ചിനെ പറ്റി, ഇല്ലേ? നിങ്ങൾക്ക് പറയാം, ഉറപ്പായിട്ട് പറയാം. ഇതുപോലെ ഒരു ചാറ്റ് ടീം, ഇതുപോലെ ഒരു ഇത് ചെയ്യുന്ന ഒരു ഗ്രൂപ്പും വേറെ ഉണ്ടാവില്ല. എവിടെ നമുക്ക് ചികിത്സാ സഹായമാണെങ്കിലോ അതല്ലെങ്കിൽ ഇപ്പം ചാരിറ്റി ആണെങ്കിലോ അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്രൂപ്പിലും വർഷത്തിൽ ഒരു റീയൂണിയൻ കാണും, അല്ലേ? ഒരു വർഷത്തിൽ ഒരു റീയൂണിയൻ കണ്ടു, അത് കഴിഞ്ഞു. നമ്മൾക്ക് അങ്ങനെയല്ല. നമ്മൾക്കൊരു റീയൂണിയൻ മെയിനാണ്. നമ്മൾ ടൂർ പോകുന്നുണ്ട് 1, 2, 3 പ്രാവശ്യം. അതോടൊപ്പം തന്നെ ക്രിസ്മസ്, ഓണം നമ്മൾ കൂടുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒറ്റക്കെട്ടായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തെ വിചാരിച്ച് നിങ്ങൾ ആരും ഇതിൽ നിന്ന് പുറകോട്ട് പോകാതെ ഒരുപടി മുമ്പിലോട്ട് കയറി വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സനൂട്ടനും സജീവും കൃഷ്ണനും ശ്യാമും സജീവും അതിനകത്ത് പഴയ എന്താ പറയുക, ബാക്ക് ബോണായിട്ട് നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് വിട്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. 100% ബിജുക്കുട്ടൻ ഇനി എന്തൊക്കെയാണ് അതാണ് ഇതാണ് മരുന്നാണ് പ്രഷറാണ് ഷുഗറാണെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ബിജു അതിന് ആഗ്രഹിക്കുകയും വേണ്ട. ബിജുക്കുട്ടൻ അവിടെയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സനൂട്ടൻ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും കിഴക്കോട്ടും എങ്ങോട്ട് വേണമെങ്കിൽ നോക്കിയിരുന്നു. പക്ഷേ സനൂട്ടനും ഇതിനകത്ത് ആക്റ്റീവാണ്. ഇത് വേണം, നിർബന്ധമായിട്ട് ഞങ്ങളുടെ തലകൾ നിങ്ങളാണ്. നിങ്ങളില്ലാണ്ടൊരു കാര്യം നടക്കില്ല. അത് കാരണം എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അങ്ങനെ വന്നില്ല, പീച്ചാങ്കുത്ത് വരെ ഞാൻ കുത്തിയെന്നിരിക്കും. അതുകൊണ്ടിട്ട്
അത് തന്നെ മതി. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനും സങ്കടവും സന്തോഷവും എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഭാഗത്തിന് തെറ്റുണ്ടെങ്കിൽ മാപ്പാക്കുക. ഇത് നിങ്ങളെല്ലാവരും ഇത് സീരിയസ് ആയിട്ട് തന്നെ കാണണം. നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ഒറ്റയ്ക്കൊരു കാര്യം, നിങ്ങളുടെ ഭർത്താക്കന്മാരും അറിയാം, അവരുടെ ഭാര്യമാരുടെ മുഖത്തോടെ സന്തോഷം നിങ്ങൾ നോക്കണം. ഇവിടെ വന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ഓരോ ഭാര്യമാർ അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളതും അവർ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഗ്രൂപ്പിന്. അല്ലെന്ന് പറയാൻ പറ്റുമോ വാണി? ഇല്ല. എവിടെ വന്നാലും വാണിയൊക്കെ അനങ്ങാണ്ടിരുന്ന വാണീനെയും ഗോപൻ്റെയൊക്കെ വൈഫ് വന്നിരുന്നു. പുള്ളിക്കാരിയൊക്കെ എന്തൊരു ആക്റ്റീവായിട്ട് എന്തൊരു സന്തോഷമായിരുന്നു അവർക്കെന്നറിയാം. കുറച്ച് സമയങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അവരെല്ലാം ആക്റ്റീവായിട്ട് നിന്നു. കാരണം എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പിൻ്റെ മഹത്വം. ഇതില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ടൂർ പ്രോഗ്രാം വെച്ചു, അതിനകത്ത് നമുക്ക് അടിച്ചു പൊളിച്ച് പോകണമെങ്കിൽ ഇതൊക്കെ തന്നെയല്ലേ. അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ നിങ്ങൾ കെട്ടിയവന്മാരോട് പറയണം, ഭാര്യമാർ കേട്ടല്ലോ, നീ ഇതിനകത്തുനിന്ന് പോവരുത്, ഇത് ഭംഗിയായിട്ട്. ഇപ്പോൾ ലക്ഷ്മിയൊക്കെ ഫുൾ ഇതിനകത്താണ്. സിന്ധുവിനെ പിന്നെ പറയാനില്ല, ലതികയും ഇതൊക്കെ ഇങ്ങനെ അതിനകത്ത് ആക്റ്റീവാണ്. ഞങ്ങളുടെ ഇവരുടെ ബാക്ക് ബോൺ പോലെ ഇവരുടെ സപ്പോർട്ട് ചെയ്തിരിക്കണം ഇവരൊക്കെ. അപ്പം നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഈ 87 ബാച്ചിനെ പഴയതിൽ ശക്തിയാക്കണം. അത് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം എനിക്ക് പറയാതെ പറ്റില്ല. അതുകൊണ്ട് ഈ ഗ്രൂപ്പില്ലെങ്കിൽ ഞങ്ങളില്ല. ഇക്കാര്യമാണ് കുറച്ച് നാളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ജനുവരി മുതൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടിനെ നമ്മൾ പതുക്കെ കയറിക്കൊണ്ട് വരികയാണ്. കാരണം നമ്മുടെ കൂടെയുള്ളതും കയറി വരുവാണ്. അതുകൊണ്ട് നമ്മളും അങ്ങനെയാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനയും ശക്തിയൊക്കെ അവരുടെ കൂടെയുണ്ട്, ഫാമിലിയോട് കൂടെയുണ്ട്. അത് കാരണം ഇത് ഭംഗിയായി പോകും എന്ന് ഉറപ്പിക്കുന്നു ഞാൻ. അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇതിൽ നിന്നും സ്റ്റാൻഡായിട്ട് നിൽക്കുക. ആരും ബാക്ക് എടുക്കരുത്. ബാക്ക് എടുത്താൽ ഞങ്ങൾ ചെയ്യാൻ പോണ 6 പേരുണ്ടെങ്കിൽ 6 പേരെ വെച്ച് ഞങ്ങൾ അടിപൊളി ഗ്രൂപ്പ് ഉണ്ടാകും ഉറപ്പായിട്ടും. അത് സത്യമായിട്ട് ഞങ്ങൾ ചെയ്യും. കാരണം ഇതിനകത്ത് നിങ്ങൾ അവസാനം നോക്കിയിരുന്ന് കൊതി പിടിക്കേണ്ടി വരും. ഞങ്ങൾ ചെയ്യും. അതുകൊണ്ട് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കരുത്. എല്ലാവരും രംഗത്തിറങ്ങുക. ഓക്കെ, താങ്ക് യു. ഇത്ര നേരം കേട്ടതിന് താങ്ക് യു. അതെ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇപ്പം മിനി പറഞ്ഞത് മാത്രമേ എനിക്ക് നീ എൻ്റെ കാര്യം എന്ത് പറയാനാ അമ്പടി ഇപ്പം പറഞ്ഞതിൽ ബിജുക്കുട്ടൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. ബിജു തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അല്ല, സോറി മിനി പറഞ്ഞതിൽ എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ചൊന്നും തന്നെ പറയാനില്ല. ബിജു അങ്ങനെയല്ല, പ്രാവശ്യം പറയാം, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിക്കോളും. ഇത് മാറ്റമൊന്നുമില്ലാണ്ട് പിന്തുടരും. ഫുൾ സപ്പോർട്ടായി നമ്മുടെ സിന്ധുക്കുട്ടി ഉണ്ടാവും. അതെ, ഓക്കെ. ബിജു, സനൂപ്, കൃഷ്ണൻ, മിനി, കല ഇവരൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഒരിക്കലും മുന്നോട്ട് പോകില്ല. അപ്പം ശ്യാമ് എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് വിട്ടു ആയതുകൊണ്ട് ഓക്കെ അല്ലേ. നമ്മുടെ സജീവൻ പഴയതിലും പൂർവാധികം ഭംഗിയായി നമ്മുടെ കൂടെ വന്ന് നമ്മുടെ ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കും. അതെനിക്ക് 100% ഉറപ്പുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അത് വളരെയധികം ദൈവാധീനം കാരണം നമ്മുടെ എല്ലാം കൂട്ടപ്രാർത്ഥന കാരണം സജീവൻ ഇതേ രീതിയിലായിട്ടുണ്ട്. അപ്പം ഇനി കൂടുതൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്ന് ആക്റ്റീവാകാൻ എല്ലാം ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും. അതിന് ബിജുക്കുട്ടന് ഒരു മാറ്റം വിചാരിക്കേണ്ട, അങ്ങനെ ഒട്ടും സൂഹിക്കണ്ട. കേട്ടല്ലോ. ചില ആൾക്കാർ പറയും, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, എനിക്കറിയാം ആ ഫ്രണ്ടിനെ. ഞങ്ങൾ പറയും എനിക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ലെന്ന് പറയുമ്പോൾ ഞങ്ങളിലുള്ളതിൽ ബെറ്റർ ആളാണ്. അപ്പം ഞങ്ങൾ പറയും നീ ഭയങ്കര സുന്ദരിയാന്ന് ഞങ്ങളുടെ വായിൽ നിന്ന് കേൾക്കണം. ഞങ്ങൾ പറയൂല എന്ന് പറയും. എന്ന് പറഞ്ഞ് ബിജുക്കുട്ടനൊരു ധാരണയുണ്ട്. ബിജുക്കുട്ടൻ ഇങ്ങനെ ഈ വലിയ ആളാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോവാന്ന് പറയുമ്പോൾ അല്ലല്ല, ഞങ്ങളുടെ കാര്യം നാത്തൂര് ഉണ്ടായിരിക്കും. ഞങ്ങളുടെ ആങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് പറയാം. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയും, ഞാൻ ഇപ്പൊ പോകട്ടോ, എന്നെ പിടിച്ചോ, ഞാൻ ഇപ്പൊ പോകട്ടോ എന്ന് പറയും. അറിഞ്ഞല്ലോ. അതല്ലേ ഞങ്ങൾ പറഞ്ഞ മന്ത്രി പത്നിയാണല്ലോ, ബാക്ക് ബോണാണ് മന്ത്രിക്ക് നിൽക്കണേ. അത് ഞങ്ങൾ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ബിജുക്കുട്ടൻ ഇങ്ങനെ പറയും, ഞാൻ ഇപ്പൊ പോകും, എനിക്കിപ്പോ പോണം, മുട്ടി നിൽക്കുവാന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ ആ മുട്ടൽ അങ്ങോട്ട് മാറ്റും. അങ്ങനെയാണ് പതിവ്. അറിയാം, ഞങ്ങൾക്ക് അതും അറിയാം. ഞങ്ങൾക്ക് അറിയാം സന്തോട്ടിയാ, ഞങ്ങൾക്ക് അറിയാം. കാരണം എന്താ കേട്ടോ, എനിക്ക് അഭിമാനം കൊണ്ട് പറയും, ഞങ്ങളുടെ 3-4 പേരുടെയൊക്കെ സൗണ്ട് പോലും മാറി ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ. ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ചോദിക്കും, ഞാൻ ചോദിക്കാറുണ്ട്, ഇന്നെന്താ പറ്റും, നിനക്ക് എന്തേ വയ്യേ ചോദിക്കാറുണ്ടല്ലോ. അനുസന്നോടൊക്കെ ചോദിക്കും, ഞാൻ ചോദിക്കാറുണ്ട്. കാരണം ഇവരനങ്ങുമ്പോൾ നമുക്കറിയാം. പിന്നെ ബിജുക്കുട്ടൻ എന്നെ നല്ല വഴക്ക് പറയാറുണ്ട് ചില സമയങ്ങളിൽ. ഞാൻ കേട്ടിരിക്കും, മിണ്ടാണ്ടില്ല, തിരിച്ചു കൊണ്ടുമില്ല, ചോദിച്ചു നോക്കിയേ എന്നെ പറയാറുണ്ട്. പക്ഷെ അത് കേട്ടോണ്ട് നിൽക്കും ഞാൻ. പിന്നെ ചിലപ്പോൾ എനിക്ക് അച്ഛൻ വരുമ്പോൾ ഞാനും വലുതൊക്കെ പറയും, അത് വേറെ കാര്യം. അത് അവനും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പല്ല, നമ്മുടെ ഗ്രൂപ്പ് കേട്ടോ മന്ത്രി പത്നി, നമ്മുടെ ഗ്രൂപ്പിൽ
ആക്റ്റീവായിട്ട് മന്ത്രിപത്നി ഉണ്ടാവണം. ബിജുക്കുട്ടൻ അങ്ങനെ പറയും. ബിജുക്കുട്ടൻ അങ്ങനെ പറയണെന്ന് വെച്ചാൽ എല്ലാവരും എന്നോട് സ്നേഹം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും കൊടുത്ത സ്നേഹം നിന്നോട് ഭയങ്കര സ്നേഹം. ഓഹോ, അടുത്ത ആള് നിന്നെ ഞാൻ അങ്ങനെ തന്നെ പറയാ. ബിജുക്കുട്ടൻ അപ്പ കണ്ട അവരുടെ ഏഷണി പോയി അവിടെ എന്തോ പറഞ്ഞിട്ടുണ്ട്. ഏഷണി എന്താ പറഞ്ഞത് അറിയില്ല. ഉപദേശമല്ല, അത് ഏഷണിയാണ്. ഏഷണിയെ ഉപദേശം എന്ന് പറയാൻ പറ്റില്ല. ഇത് ദീപ കേക്കാട്ടോ. ദീപ സാനും അറിയാം ഏഷണി എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടും അറിയാം. ഞാൻ കൊടുക്കാം. യേശുനെ എല്ലാം പറഞ്ഞ അവൻ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് 2 വാക്ക് സംസാരിപ്പിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇത്രയും കാര്യം ബിജു ഈ പരിപാടി ഇന്നിപ്പോൾ നമ്മുടെ ഈ അവാർഡ് ദാന ചടങ്ങിനെ കുറിച്ച് ബിജു ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞു. പക്ഷെ അതിൽ പ്രധാനമായ ഒരാളുടെ പേര് ബിജു വിട്ടുപോയി, സിന്ധു പെങ്ങള്. കാരണം ഇത് സാധനം ഈ മൊമെന്റ് ഒക്കെ അടിക്കാനായിട്ട് ഇവൻ നേരെ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അതാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ഓർഡർ. ബിന്ദുവിനെ ആദരപൂർവ്വം പറഞ്ഞില്ല, ഞങ്ങൾക്ക് അറിയാം. കാരണം ബിജുക്കുട്ടൻ എന്തെങ്കിലും ചെയ്യണ ഇല്ല, അങ്ങനെയല്ല ചേച്ചി. കാരണം ഇത് ഇവൻ പറയടാ ഫോട്ടോ കളക്ട് ചെയ്യടാ, ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് ഫോട്ടോ ഇടൂ എന്ന് പറഞ്ഞ് ഫോട്ടോ മേടിക്കും. ഞാനിവിടെ നിന്ന് അങ്ങോട്ട് അയക്കും. ഇവൻ അത് ചെയ്ത് ശ്യാമുണ്ട്, സിന്ധു ഉണ്ട്. ഇവരൊക്കെ ഇതിന്റെ എക്സിക്യൂഷൻ നടത്തിയത് അവരാണ്. സജിനി വന്നോ? അപ്പോൾ SSLCക്ക് മികച്ച വിജയം കൈവരിച്ച നമ്മുടെ സജിനിയുടെ മകൻ അനന്തകൃഷ്ണനെ ഈ സമ്മാനമായിട്ട് ആദരവ് കൂടുന്നു. അപ്പോൾ ഇന്ന് ഈ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ച നമ്മുടെ കുഞ്ഞുങ്ങള് ഇവിടെ വന്ന് 2 വാക്ക് ഞങ്ങളെ കുറിച്ച് പോയിട്ട് സംസാരിക്കാം. ഞങ്ങൾ എന്താ ഇത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ നമ്മുടെ വിഷ്ണുക്കുട്ടൻ 2 വാക്ക് സംസാരിക്കുന്നതാണ്. എന്താ പറയുക, ഇത് തയ്യാറാക്കിയവർക്ക് എല്ലാവർക്കും നന്ദി. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യണത്. നിങ്ങളൊക്കെ കണ്ടതിൽ സന്തോഷം. നമസ്കാരം. ഒട്ടും പ്രിപ്പയർഡല്ല. ഇതിപ്പോൾ എന്താ പറയണമെന്ന് അറിയില്ല. ഓക്കെ, ഇങ്ങനെ ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചല്ല. പക്ഷേ താങ്ക് യു എല്ലാ ആൻറ്റി അങ്കിൾമാർക്ക് എല്ലാവർക്കും താങ്ക്സ്, നന്ദി. നിങ്ങളുടെ ഗ്രൂപ്പ് അടിപൊളി ഗ്രൂപ്പാ. ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പൊക്കെ സെറ്റപ്പാ. ഇങ്ങനെ നിന്നുകൊണ്ടേ അതെ, ഫുൾ സെറ്റപ്പ് അടിപൊളിയാ. അതെ, നല്ല ഗ്രൂപ്പാണ്. ഇതുപോലത്തെ ഒരു എന്താ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഈ കാലഘട്ടത്തിൽ ഇല്ല, വളരെ റെയറാ. അതെ, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പൊക്കെ ഇനി വന്നാലായി ഉറപ്പൊന്നുമില്ല. അപ്പൊ താങ്ക് യു, എനിക്ക് ഇങ്ങനെ ഒരു മൊമെന്റ് തന്നേന്. താങ്ക്സ്. താങ്ക് യു. വരൂ.
അച്ഛൻ്റെ കുറ്റമൊക്കെ പറഞ്ഞു ഇല്ലേ? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ പുരസ്കാരം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. റാങ്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു, കിട്ടിയില്ല. അപ്പോൾ ഇത്ര ഇതിന് കിട്ടിയതിൽ സന്തോഷം. അപ്പം ഇങ്ങനെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഭയങ്കര നന്ദി. അല്ല, സംസ്കൃതം പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി. അല്ല, ഇത് വാർത്താഹ എന്ന് പറഞ്ഞാൽ അതറിയാം. ഇത് വാർത്താഹ അതറിയാം. അവസാനം 10ാം ക്ലാസ്സിലെ സംസ്കൃതം അറിയാം. നമ്മുടെ ഗ്രൂപ്പിനെ പറ്റി പറ. ഇങ്ങനത്തെ ഗ്രൂപ്പ് വേണേലും കണ്ടിട്ടുണ്ടോ? ചേച്ചിമാരുടെ ചേട്ടന്മാരുടെ അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ ഒക്കെ ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? കണ്ടിട്ടില്ല. അത് ഉറക്കെ ഇങ്ങനെ പറഞ്ഞേ. ഇതുപോലത്തെ ഗ്രൂപ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എനിക്കുണ്ട് ഗ്രൂപ്പ്, പക്ഷെ അതിലൊന്നും മെസ്സേജ് ഒന്നും ഉണ്ടാവാറില്ല. ഇപ്പൊ ഞാൻ എപ്പോ നോക്കുമ്പോഴോ എന്നെ കൊണ്ട് മെസ്സേജ് കാണാറുണ്ട്. അടുത്ത കാര്യങ്ങളിൽ ഗ്രൂപ്പിൽ മെസ്സേജ് കുറവാണ്. പിന്നെ നീ ആർക്കും കൊച്ചു വിളിച്ചു. രക്ഷപ്പെട്ട് പിന്നെ രുദ്രയ്ക്ക് വേണ്ടിയിട്ട് ചിലര് വാട്സാപ്പ് രുദ്രയ്ക്ക് വേണ്ടി വാട്സാപ്പ് പറഞ്ഞില്ലായിരുന്നു, നമ്മളോട് പറഞ്ഞില്ലായിരുന്നു. അത് ഓർക്കില്ല. സത്യമല്ല, ഒരു കുഞ്ഞു കിടാവുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പില്. കൃഷ്ണന്റെ കിടാവാണ്. അത് ഞങ്ങൾ ചായ കൊണ്ടുതരും ഒക്കെ ചെയ്യും. പിന്നെ അതിന് വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുത്തതാവാലോ, പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഒന്നുമില്ലല്ലോ, തീർന്ന കഴിഞ്ഞ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മോനെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പ്രൈസ് സമയത്ത് പറഞ്ഞാൽ പ്രൈസ് കിട്ടുന്ന പ്രതീക്ഷ ഇപ്പം പ്രതീക്ഷ ഉണ്ടാവില്ല. പറയാൻ പറ്റും. പറയാൻ പിന്നെ നിങ്ങളെ ഗ്രൂപ്പ് അടിപൊളിയാണ്. അത് പറഞ്ഞില്ലെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അത് കാരണം പറയുന്നു. ഇല്ല, ഗ്രൂപ്പ് അടിപൊളിയാണ്. ഞങ്ങളുടെ ഇപ്പം കുഞ്ഞു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ തന്നെ അങ്ങനെ കളിക്കാനുണ്ടെങ്കിലും തന്നെ അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ പോണ ഭയങ്കര ഡള്ളായിട്ടാണ്. അപ്പം ഇപ്പോഴും നിങ്ങൾ ഇതുപോലെ നിൽക്കുന്ന, അതെ, ഈ പ്രായത്തിലും വയസ്സായില്ലേ. മമ്മയാണ് വലിയ പറയാൻ പറഞ്ഞാർന്നു. അങ്ങനെയാണ് സമ്മാനിക്കുന്നതിന് നന്ദി. ആ ഗ്രൂപ്പ് അടിപൊളിയാണ് തന്നെ. നമസ്കാരം എല്ലാവർക്കും. പിന്നെ ഈ സമ്മാനം തന്നെ നന്ദിയുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഗ്രൂപ്പ് അടിപൊളിയാണ്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞ കാര്യമില്ല. എല്ലാവരും പറഞ്ഞു, ഞാനും പറയുന്നുണ്ട് ഗ്രൂപ്പ് അടിപൊളിയാണ്. ഞാനിപ്പോൾ പല ചാറ്റും അപ്പം ഞാനൊക്കെ എടുത്തിട്ട് നോക്കാറുണ്ട്. ഞാനൊക്കെ എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ അറിയാമല്ലോ, പകരം ഞാൻ നോക്കും, പറഞ്ഞു കൊടുക്കും. ഞാൻ അക്കലൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ എടുക്കും, നോക്കും, മെസ്സേജ് പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പൊ നമ്മളെ ഗ്രൂപ്പിലെ മെമ്പറാണിത്. അപ്പൊ നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അനന്തേഷോ വാ.
പറഞ്ഞു കൊടുക്കണം. ഒന്നും പറയാൻ മറന്നുപോയി. സംസാരിച്ചില്ലെങ്കിൽ എന്നെ ഗ്രൂപ്പിൽ കൊന്നു കണ്ടുപിടിക്കും. അതുകൊണ്ട് സംസാരിക്കാൻ പോവാണ്. ഇന്ന് ഇവിടെ സമ്മാനം കിട്ടിയ എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ. ഭാവിയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇതൊരു പ്രേരകമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ സനൂപും ബിജുവും കുറച്ച് സങ്കടങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. എല്ലാ ഫോർമേഷൻസിനെയും കണ്ടിട്ടില്ലേ? ഒരു ഗ്രൂപ്പ് ആദ്യമായി തുടങ്ങിയാൽ ആദ്യമൊക്കെ എല്ലാവരും ഭയങ്കര ആവേശത്തിൽ പോസ്റ്റുകളിടും. അത് കുറഞ്ഞു വരും. നാച്ചുറലാണ്. അത് ഒരു റിഗ്രഷൻ ടു മീൻ പറഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക് ഉണ്ടാവും, അറിയാനും പറ്റും. ഏതൊരു സൈക്കിളും അതൊന്നും മുകളിലേക്ക് പോയാലും പിന്നെ താഴേക്ക് വരും. അതിൻ്റെ ഒരു ആവറേജ് കിട്ടി കഴിഞ്ഞാൽ എപ്പോഴും ഒരു മീനിൽ നിൽക്കും, പകുതിയിൽ നിൽക്കും എന്നാണ് ഒരു യൂണിവേഴ്സൽ റൂളാണ്. അപ്പോൾ അതിന് നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അത് നാച്ചുറലാണ്. അതിൻ്റെ ആദ്യത്തെ ആ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് അത് ആ ആവേശം കൊണ്ടുള്ള ഹൈപ്പാണ്. ആവേശം എന്നും നിലനിർത്താൻ പറ്റില്ലല്ലോ, ആവേശം കുറഞ്ഞു വരും. ബട്ട് ആവേശം കുറഞ്ഞാൽ എത്രത്തോളം കുറയും എന്നുള്ളതാണ് വിഷയം. നമ്മൾ അതിൻ്റെ ഒരു മീഡിയത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. പിന്നെ ഗ്രൂപ്പ് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതുപോലെയൊക്കെ ഇടയ്ക്കൊന്ന് ഒത്തുകൂടാം, ആൾക്കാരെ കാണാം, പഴയ ഓർമ്മകളായി ഇറക്കാം. അങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ലാതാവുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്, ഈ ഒരു സാധ്യതകൾ, അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് അറിയാം, കുട്ടികൾ കൊടുക്കാം, അവരെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഒരു ട്രിപ്പ് എന്തെങ്കിലും സംഘടിപ്പിക്കാം. കാരണം നമ്മൾ ഒരുപക്ഷെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും നീളം കൂടിയ ഒരു പഠനമുണ്ട്. അതായത് 70 വർഷത്തോളം നീണ്ട ഒരു പഠനമാണ്. അതായത് മനുഷ്യന് എങ്ങനെയാണ് സന്തോഷം ഉണ്ടാകുന്നതെന്നാണ് ആ പഠനത്തിൽ അവർ പഠിച്ചത്. 3 തലമുറകളെ പഠിച്ചിട്ടുണ്ടാക്കിയ കൺക്ലൂഷൻസ് ആണ് അത്. അപ്പോൾ അതിലവർ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് സാമൂഹ്യ ബന്ധങ്ങളാണ്. ഏറ്റവും നല്ല സാമൂഹ്യ ബന്ധങ്ങളുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇത് സയന്റിഫിക്കലി പ്രൂവൺ സ്റ്റഡിയാണ്. അതായത് അവരുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സ്റ്റഡിയുടെ കൺക്ലൂഷനാണ്. പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞു, എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. എന്നും 18 വയസ്സിൻ്റെ ആരോഗ്യമായിട്ട് ജീവിക്കാൻ പറ്റില്ല. പല 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 ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകളെ നമ്മൾ അതിജീവിക്കാൻ ഒരു പരിധി വരെ അല്ലെങ്കിൽ വലിയൊരു അളവ് വരെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് കൂട്ടായ്മകൾ ഈ ശാരീരിക അസ്വാസ്ഥ്യം മൂലം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൂലം കൂട്ടായ്മകളിൽ നിന്ന് അകന്നു പോവുകയല്ല വേണ്ടത്, തിരിച്ച് കൂട്ടായ്മയെ കൂടുതൽ മുറുകി പിടിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് എൻ്റെ അഭിപ്രായമല്ല. ഇന്ന് ലോകം അംഗീകരിച്ച ഏറ്റവും വലിയൊരു സ്റ്റഡി പബ്ലിഷ് ചെയ്ത റിസൾട്ട്സ് ആണ്. അപ്പം നമുക്കും ഇതൊക്കെ ബാധകമാണ്. നമ്മൾ 50+ ആയി എല്ലാവരും. ഇനി അങ്ങോട്ട് പലരും പറയും ഇനി ഒരു കുന്നിറക്കമാണ്, ഇത്ര നാളും കുന്ന് കയറുകയായിരുന്നു, ഇനിയിപ്പോൾ കുന്നിറക്കമാണ്. ഈ ഗ്ലാസ് ഹാഫ് ഫുൾ ഓർ ഹാഫ് എം ടി എന്നൊക്കെ ചോദിക്കുന്ന പോലെയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടുക, താരതമ്യപ്പെടുക. പിന്നെ ഈ മനുഷ്യർ പല രീതിയിലുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ മിനിച്ചേച്ചിയെ പോലെയോ അല്ലെങ്കിൽ സനൂപിനെ പോലെയോ
അല്ലെങ്കിൽ ബിജുവിനെ പോലെയോ എക്സ്ട്രോവേർട്സ് ആവാൻ സാധിക്കില്ല. ഗ്രൂപ്പിൽ വന്ന് ഏത് നേരവും മെസ്സേജ് ഇടാനോ അല്ല, അത് അവർ ഞാനൊരു ഒരു മോശം വാക്കായി പറയാല്ല കേട്ടോ. മനുഷ്യന് റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചോളം 4 പേരെ കണ്ടാൽ അവർക്ക് ടെൻഷനാണ്. അല്ലെങ്കിൽ ഒരു പബ്ലിക് മീഡിയയിൽ ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരിത് വായിച്ച് എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച് എന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവൻ ടെൻഷൻ അനുഭവിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വെർഷനാണ് ഞാൻ എന്ന് പറയുന്നതിന് എനിക്ക് സങ്കടമൊന്നുമില്ല. അപ്പം അത് ഇന്നേറ്റ് ആയിട്ടുള്ളതാണ്, അവരുടെ DNA-യിലുള്ള കാര്യമാണ്. അവരെ അത് പറഞ്ഞ് നമ്മൾ കളിയാക്കരുത്, അവരെ നമ്മൾ മാറ്റി നിർത്തരുത്. പറ്റുന്ന പോലെ സഹകരിക്കട്ടെ. മെസ്സേജ് ഇടുന്നവർ മെസ്സേജ് ഇട്ട്, തമാശ പറയുന്നവർ തമാശ പറയട്ടെ, പാട്ട് പാടുന്നവർ പാട്ട് പാടട്ടെ, പടം വരയ്ക്കുന്നവർ പടം വരയ്ക്കട്ടെ. ബട്ട് കൂട്ടായി നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് പിന്നെ ലീഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ട് നമ്മുടെ ഇടയിൽ തന്നെ. എല്ലാവർക്കും ലീഡറാകാൻ പറ്റില്ല. ഉമ്മൻചാണ്ടിയെ കുറിച്ച് വായിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് 10 പേരുടെ ഇടയിൽ നിന്നില്ലെങ്കിൽ വിമിഷ്ടമാവെന്നാണ് പറയുന്നത്. ഒറ്റയ്ക്ക് നിന്നാൽ ആ മനുഷ്യന് ശ്വാസം മുട്ടും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. 4 പേര് ഒരുമിച്ച് കണ്ടാൽ ടെൻഷൻ അടിച്ച് കൈവരച്ച് കാല് വരച്ച് മുട്ട് വരയ്ക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്നാണ് ഈ ലീഡേഴ്സ് എമർജ് ചെയ്ത് വരുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാവർക്കും ഉണ്ടാവില്ല. അത് ഉള്ളവർ ഇനിഷ്യേറ്റീവ് എടുക്കുക. അവർക്ക് പറ്റാത്ത സമയങ്ങളിൽ എല്ലാവരും ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന നിലയിൽ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവർക്ക് വേണ്ട സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. ശാരീരികവും മാനസികവും സാമ്പത്തികവും ഏത് രീതിയിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും പറയാൻ സാധിച്ചത് എനിക്കറിയില്ല, എങ്ങനെയോ പറയാൻ സാധിക്കും. ഈ ഗ്രൂപ്പിനെ കുറിച്ചുള്ള എൻ്റെ ഒരു കരുതലും ഉണ്ടാവാം. ബട്ട് എന്തായാലും നിങ്ങളെ എല്ലാവരും കണ്ടതിൽ സന്തോഷമുണ്ട്, മക്കളെ കണ്ടതിൽ സന്തോഷമുണ്ട്. സജീവിൻ്റെ വീട്ടിൽ വരാത്തത് മനഃപൂർവ്വമാണ്. എനിക്കറിയാം ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരാളെ ഫ്രീക്വൻ്റ്ലി സന്ദർശിക്കുക എന്നുള്ളത്, ഞാൻ ഒരു ഹെൽത്ത് സർവീസ് ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് ഞങ്ങൾ വേണ്ട എന്ന് പറയുന്നൊരു കാര്യമാണ്. അവർക്ക് ഒരു പക്ഷേ നമ്മുടെ പ്രസൻസ് നന്നായി കാണാം, ബട്ട് അവരെ പരിചരിക്കുന്ന ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ട്, നമ്മളെ സൽക്കരിക്കേണ്ടി വരുന്നവരുടെ ബുദ്ധിമുട്ട്, അതൊക്കെ കൊണ്ട് സജീവ് ഒരു ബാക്ക് ടു നോർമൽ ആയ ശേഷം സജീവിൻ്റെ വീട്ടിൽ ഞാനും ഫാമിലി ഒരുമിച്ച് പോകുള്ളൂ എന്ന് ഞാൻ തീരുമാനം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് സജീവ് ഒന്നും വിചാരിക്കരുത്, നേരിട്ട് വന്ന് കാണാത്തത് മനഃപൂർവ്വമാണ്. അത് സജീവിൻ്റെ വിവരങ്ങൾ അറിയാറുണ്ട്, അത് ബാക്കിയുള്ളവർക്ക് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്, ഗ്രൂപ്പിൽ കാണുന്നവരെ വായിച്ച് മനസ്സിലാക്കാറുണ്ട്. സജീവ് എത്രയും പെട്ടെന്ന് നോർമലായിട്ട് നമ്മളുടെ ഇടയിൽ നല്ലൊരു റിക്കവറിയാണ് സജീവ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പൊക്കെ ഒരാൾക്ക് ഇറങ്ങി വരാൻ പറ്റുക, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ആൾക്ക് ഇറങ്ങി വരാൻ പറ്റുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. എനിക്കറിയാം, ഞാൻ ഇതുപോലെ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. ബട്ട് ഒരു വണ്ടർഫുൾ പ്രോഗ്രസ് ആണ് സജീവിൻ്റെ കാര്യത്തിലുണ്ട്. ഇതിങ്ങനെ തന്നെ വീണ്ടും മുന്നോട്ട് പോകട്ടെ. സജീവ് ഓടിച്ചാടി നമ്മുടെ ഗ്രൂപ്പിൻ്റെ കടിഞ്ഞാണ് ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ജീവിക്കാൻ വേണ്ടി പഠിക്കാൻ വരെ തയ്യാറായിട്ട് നടന്ന കുറച്ച് ആൾക്കാരിൽപ്പെട്ട ആളാണ്. കളി അതിന് സത്യം പറഞ്ഞു അറബിയും അതുകൊണ്ട് വല്ലപ്പോഴും ആൾക്കാർ അടുപ്പിച്ചടുപ്പിച്ചിങ്ങനെ നമ്മുടെ ഈ പിറന്നാളൊക്കെ വരുമ്പോഴത്തേക്ക് അടുപ്പിച്ചൊരു മാല പോലെ ഇങ്ങനെ ഹൈ അയച്ചു വിടുന്നത് അത് കാണുന്നത് ഞാൻ വളരെ സന്തോഷം എല്ലാവരും കണ്ടത്. നന്ദി നമസ്കാരം. താങ്ക് യു എല്ലാവർക്കും. പ്രധാനമായിട്ട് അതാണ് പറയാനുള്ളത്. പിന്നെ രാജാവ് കുഴപ്പിക്കരുത്, രാജ്യമില്ലാതാക്കരുത് കേട്ടോ. മന്ത്രിയോടും രാജാവോടും അതാണ് ഞങ്ങൾ നന്നായിക്കോളാം, നമുക്ക് പേടിക്കണം. ഞങ്ങൾ നന്നാവും, ഒരു വിഷയമില്ല. പിന്നെ അത്ര ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളല്ലേടാ കേട്ടോ. ഈ ഗ്രൂപ്പിൽ നന്നായി പോകണമെന്ന് ആദ്യമൊക്കെ പറഞ്ഞു, ഇനിയും പറഞ്ഞു. സജീവ് വരെ പറഞ്ഞ അനുസരിക്കും കേൾക്കാൻ. കേൾക്കണ്ടോ നിങ്ങൾ? സജീവ് വരെ ഇപ്പൊ പറഞ്ഞു, നന്നായി ആദ്യമേ പറഞ്ഞു എല്ലാവർക്കും അങ്ങനെ തന്നെ നടക്കണമെന്ന്. ഇനി ബിജുക്കൂട്ടം മാറ്റിയാൽ സജീവ് വന്ന് നിന്നെ ഇടിക്കും അല്ലേ? ഇടി കൊടുക്കുന്ന ബിജുവിൻ്റെ ഇടിക്കുന്നത് ചിരിപ്പിച്ചു പോലുമല്ലോ. ബിജുവിനെ ഇടിക്കാൻ പറ്റില്ലെന്ന്, ബിജുവിനെ ഇടിക്കാൻ പറ്റില്ലെന്ന് എന്നോട് പറയണു. ബിജുവിനെ ഇടിക്കില്ലേ? രണ്ട് വാക്ക് സംസാരിക്കാനുണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് മേക്കറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിനും അവാർഡ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു. അതിനെ ആലോചിച്ചാണ്. അപ്പം ഒരു വർഷത്തിലുള്ള ഉടനുണ്ടായ ചേഞ്ചസ്
ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ തൊട്ട് ഉള്ള ഒരു വ്യത്യാസം അതാണ് നമുക്ക് സംഭവിച്ചത്. എന്താണ് അതിന് മുമ്പ് ചെറിയ പോലും പ്രതീക്ഷിക്കും പോലും ഉണ്ടാവാത്ത സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ ആഴ്ച തൊട്ടേ പറഞ്ഞു ഇവിടെ ഫംഗ്ഷൻ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ചേട്ടനും മിക്കവാറും എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേക്കാൻ ചെറിയ മടിയായിരിക്കും. അപ്പൊ ഞാൻ പറയും ഇപ്പൊ കൂട്ടുകാർക്ക് വരും മിനിമോളും സിനിമോളും ആരൊക്കെ വരാൻ പോണേ കുറെ പെണ്ണുങ്ങൾ കാത്തിരിക്കുന്നവരും ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഗ്രൂപ്പിലുള്ള എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് പങ്കെടുക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള പോവില്ല. അപ്പൊ ഇവിടെ കൈകൊട്ടി കാണിക്കും ഇവിടെയാണോ എന്ന് വെച്ചാൽ ഇവിടെ പരിപാടി. അപ്പൊ വേറെ റെഡി ആവുമ്പോൾ നമ്മൾ ഭക്ഷണം വെച്ച് നമുക്ക് എടുക്കാനാകുമ്പോൾ എല്ലാവരും കാണണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രാവിലെ ഭയങ്കര എഴുന്നേൽപ്പിക്കുന്നേ എന്റെ രാവിലെ ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ പരിപാടി. അപ്പൊ വേഗം റെഡിയാവും ഭക്ഷണം വേഗം കഴിക്കണം എന്നാലും നമുക്ക് പെട്ടെന്ന് നല്ല സുന്ദരനായിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവരും വന്ന് പോവാം. നമുക്ക് പറഞ്ഞു എന്നെ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും എവിടെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതാരാടാ ഇവിടെ വന്ന് അന്വേഷിച്ചത് വീട്ടിലൊന്ന് അന്വേഷിച്ചു. അപ്പൊ ഞാൻ വീട്ടിലൊന്ന് അന്വേഷിച്ചു നമുക്ക് വേഗം തന്നെ പോവാട്ടോ റെഡിയായെന്ന് പറഞ്ഞപ്പോ അത്ര സന്തോഷമാണ്. എനിക്ക് പ്രധാനമായിട്ട് പറയാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് സർജറി ആയി കഴിഞ്ഞു. സർജറിയുടെ സമയത്തൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുന്നത് എല്ലാം കൊണ്ട് നമ്മൾ ഭയങ്കര ബന്ധപ്പാടും ഒക്കെ ആയിരുന്നു. അപ്പം സാമ്പത്തികമായിട്ടും മാത്രമല്ല ഗ്രൂപ്പിൽ എല്ലാവരും ഇപ്പോൾ പ്രധാനമായിട്ട് ഇങ്ങനെ അങ്ങനെ എല്ലാവരും എപ്പോഴും അന്വേഷിക്കുകയും നമ്മൾ തിരക്കുകയൊക്കെ ചെയ്യുന്നു. സർജറി കഴിഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കില്ലായിരുന്നു. സർജറിക്ക് ശേഷം ഉണ്ടാവില്ല. ഞങ്ങളൊന്ന് ചോദിച്ചാലും ആര് ചോദിച്ചാലും സംസാരിക്കില്ല. ചൂടിനും നമ്മളൊക്കെ ചോദിച്ചാലും വളരെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോഴാണ് സനുപേട്ടിനാണ് വിചാരിച്ചത് സനുപേട്ടിന് ഫോൺ ചെയ്യാം അത് സംസാരിച്ചു തുടങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് സനുപേട്ടിന് ഫോൺ ചെയ്തപ്പോഴാണ് ആദ്യമായിട്ടാ സനുപേ എന്ന് പറഞ്ഞ് വിളിച്ചു തുടങ്ങി. അപ്പൊ നമുക്കത് ഭയങ്കര എന്താ വേണ്ടത് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ പിന്നെ സംസാരിക്കാതെ ഇവരെല്ലാവരും കൂടെ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് എണീപ്പിച്ചിരുത്തി എന്താ പവർ ആയിക്കേടാ സദ്യ എന്നൊക്കെ പറഞ്ഞ് സനുവേട്ടൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പണ്ടത്തെ പോലെ ഇപ്പോൾ പവറില്ല. അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ആ വാക്കാണ് സത്യം പറഞ്ഞാൽ ആദ്യം സംസാരിച്ചു തുടങ്ങിയൊരു വാക്ക്. അപ്പൊ അത് ഇപ്പൊ ബഹുമാനം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടനൊക്കെ പറയും അവരെ കുറച്ച് വിളിച്ചു വരുത്തും. അവരോട് ഗ്രൂപ്പിനോട് സംസാരിക്കുമ്പോൾ ചേട്ടനോട് ആക്റ്റീവ് ആവും. അപ്പൊ അവരോട് വരാൻ പറയുന്ന ബഹുമാനം എപ്പോഴും വരും. അങ്ങനെയാണെങ്കിൽ എല്ലാ ആഴ്ചയും വരുമായിരുന്നു. ആ ഒരു പോസിറ്റീവിനെ ചേട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എനിക്ക് എപ്പോഴും തോന്നും. കാരണം ബാക്കിയുള്ള ആരെക്കാളും കഴിയാത്തൊരു എനർജി ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ട് ആ കൂട്ടായ്മ ആക്കി തന്നത്. അപ്പൊ ഇപ്പോഴും അതെ ഇപ്പം നേരത്തെ കോർഡിനേറ്റർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറഞ്ഞല്ലോ എല്ലാം നിങ്ങൾ ഫ്രണ്ട്സ് എത്തുമ്പോഴേക്കും വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല ശരിക്കും തോന്നിയേക്കണേ. ഇവരുടെ പ്രസൻസ് ശരിക്കും ചേട്ടന് ഭയങ്കരമായിട്ട് പോസിറ്റീവ്നെസ് തന്നെ ഉണ്ടാക്കിയിരുന്നു. കാരണം എല്ലാ ആഴ്ചയും ഞാൻ ചോദിക്കും സനുവേട്ടൻ വിളിച്ചു ആരും വിളിച്ചു എന്ന് ചോദിക്കുമ്പോഴേക്കും ഇന്നും ആരും വിളിച്ചില്ല. എപ്പോഴും വിളിച്ചിട്ടുണ്ടാവും എന്നാലും ഓർമ്മയില്ലെങ്കിൽ വിളിച്ചില്ല എന്ന് പറയും. ഇവരൊക്കെ വന്നു പോയിട്ട് വൈകുന്നേരം ഞാൻ ചോദിക്കും ആരൊക്കെ വന്നു എന്ന് ചോദിക്കും ആരും വന്നില്ല എന്ന് പറയും. പക്ഷെ ഇവരുടെ പേരെന്ന് പോലും ആയിരിക്കില്ല പറയുന്നത് വേറെ ആരുടെയൊക്കെ പേര് പറയും. എന്നാലും നമുക്ക് ആ ഒരു ചേഞ്ച് ശരിക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല വ്യത്യാസമാണ് കൂട്ടായ്മ. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അത്ര എനിക്കോട് വേറെ ആർക്കും ആ ഒരു ആഴത്തിൽ ആ അവസ്ഥയിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതിൽ നിന്ന് ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞ് തിരിച്ചു വന്നത് ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ശരിക്കും. ഇച്ചിരോട് മേഘോടൊക്കെ ശരിക്കും സംസാരിക്കുമെങ്കിലും ഒരു ഉണർന്ന് പെട്ടെന്ന് ഉള്ളിൽ നിന്നൊരു ഉണർവ് വന്നിട്ട് സംസാരിച്ചു തുടങ്ങിയത് ഇവര് ഹോസ്പിറ്റലിലേക്ക് കണ്ടതിന് ശേഷമാണ് ആ ഒരു തിരിച്ചു വന്നു തുടങ്ങിയത് എനിക്ക് തോന്നാറുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഈ കൂട്ടായ്മയിലും അന്നെന്ന് പറയുമ്പോഴും പെട്ടെന്ന് ആ ഒരു മുഖത്തേക്ക് സന്തോഷം വരണമായിരുന്നു ശരിക്കും ഫീൽ ചെയ്യുമായിരുന്നു. അതാണ് പ്രത്യേകം പറയാനുള്ളത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് പറയാൻ പറ്റുമെന്ന് അറിയില്ലാത്തവരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാ ശനിയാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞ് വർത്തമാനം പറയാൻ തുടങ്ങുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറച്ച് പേര് എല്ലാ ശനിയാഴ്ചയും പോയി എഴുതിച്ചിരുത്തി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രത്യേകിച്ച് സൈനോട്ടൻ കൃഷ്ണനെയൊക്കെ കണ്ടാൽ വിജുവിനെ കണ്ടാൽ വിജുവിൻ്റെ പേര് കയ്യിലൊക്കെ എഴുതി വിജു കുട്ടാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഞങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴത്തേന് വീട്ടിലോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. യോഗം പറഞ്ഞതുപോലെ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള സത്യമായിട്ടും. അപ്പം ഞാൻ സനിനോട് പറഞ്ഞു സനി ഞാൻ വീട്ടിലോട്ട് കുറച്ചേ വരണുള്ളൂ അറിയത്തില്ലല്ലേ അവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് അറിയില്ല. പക്ഷെ സനി പറഞ്ഞു ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അമ്മയ്ക്കൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് വരുന്നുണ്ട്. വരുമ്പോഴും ചില സമയത്തൊക്കെ ഇങ്ങനെ മൂന്നാമതിനെ പോലെയൊക്കെ ഇരിക്കും. ചില സമയത്തൊക്കെ ചിലപ്പോൾ നന്നായിട്ട് വർത്താനം പറയും. മിനിഞ്ഞാന്ന് അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ
ഇങ്ങനെ പറഞ്ഞിരുന്നു ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ ഞാൻ വിളിച്ചത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ പരിപാടിയിൽ എന്ന് വെച്ചാൽ പുള്ളി ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയുള്ള ചില സമയങ്ങളിൽ നന്നായിട്ട് നമ്മളോട് സംസാരിക്കും. മോൾക്ക് ഓൾ ദ ബെസ്റ്റ്, എക്സാമിന് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും വിഷമമൊക്കെ പറയുമ്പോഴൊക്കെ ചിലപ്പോൾ ഞാൻ എപ്പോഴും തരില്ല, ഇടയ്ക്കിടയ്ക്ക്. അപ്പം നമ്മളിങ്ങനെ ചെന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കണ്ട മോഹമായതുകൊണ്ട് കുറച്ചും കൂടെ അവൻ നമ്മളോട് ഒരു ഇഷ്ടം ഉണ്ടാവും. പിന്നെ ഈ സിറ്റുവേഷനിൽ എൻ്റെ മോനെ കടന്നു പോയതുകൊണ്ട് ഞാൻ എൻ്റെ മോനെ പോലെ ആയിരുന്നു ആ സമയങ്ങളിൽ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പറയുമ്പോൾ സമാധാനമാണ് കാണുന്നത്. സന്തോഷമുണ്ട്. അപ്പം ഇനിയും ഇതിൻ്റെ അപ്പുറമായി ഞങ്ങളുടെ നട്ടലായിട്ട് എണീറ്റ് പോരും എന്നുള്ള പ്രാർത്ഥനയോട് തന്നെ ഞങ്ങൾ ഇരിക്കുന്നു. അല്ല സരിപ്പെട്ടാ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. മുത്തു കണ്ട് ചിപ്പി കണ്ട് മുത്തോല കുടയും കണ്ടേ, ഒരു മുത്തു വിക്കണ പെണ്ണിനെ കണ്ടേ, മുത്തു കണ്ട് ചിപ്പി കണ്ട്. നമുക്ക് വീണ്ടും കാണാൻ, നമുക്ക് വീണ്ടും കാണാൻ വരട്ടെ. ഞാൻ വരണം. ചരടിന്റെ കളർ എന്താ ഏട്ടാ? ചരട് ചേട്ടൻ എനിക്ക് എടുത്തു വെച്ചിട്ടില്ല വീട്ടില്. അതിന്റെ കളറോ പച്ചയും ചോപ്പും. ആ